ഹലോ മക്കളെ, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ വരികയാണ് അല്ലേ. സോ എല്ലാവരും പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. സോ നമ്മുടെ ഫിസിക്സ് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ക്ലാസ് എടുക്കുന്നത്. 8ാം ക്ലാസ്സിനും 9ാം ക്ലാസ്സിനും 10ാം ക്ലാസ്സിനും 3 ഗ്രേഡിലുള്ള കുട്ടികൾക്ക് നമ്മൾ ഫിസിക്സ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും ഇത് കാണുക, സെറ്റാക്കുക, നോട്ടുകളും കാര്യങ്ങളൊക്കെ എടുത്ത് പഠിച്ച് സെറ്റാക്കി പരീക്ഷ എഴുതാൻ പോവുക. സോ നമ്മളിവിടെ തുടങ്ങാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് SSLC സ്റ്റുഡൻസിന്, 10ാം ക്ലാസ് സ്റ്റുഡൻസിന് ചാപ്റ്റർ 1 സൗണ്ട് വേവ്സ്, ശബ്ദ തരംഗങ്ങളാണ് ഇന്നിവിടെ നമ്മൾ തുടങ്ങാൻ പോകുന്നത്. സോ നമുക്ക് പെട്ടെന്ന് തുടങ്ങാം കാര്യങ്ങൾ. ഈ ചാപ്റ്ററിനെ നമ്മളൊരു 2 പാർട്ടാക്കി തിരിച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് പാർട്ടാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. സെക്കൻഡ് പാർട്ട് നമ്മൾ വൈകാതെ ഒരു ദിവസം നമ്മൾ ചെയ്യുന്നതാണ്. സോ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ബേസിക് കാര്യങ്ങളും കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസും പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മളെന്ന് പറയുന്നത്, ഫസ്റ്റത്തെ ടോപ്പിക് എന്താണെന്ന് പറയുന്നത്, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഫസ്റ്റ് ടോപ്പിക്ക് ഓസിലേഷൻ ആണ്. എന്താണ് ഓസിലേഷൻ, എന്താണ് ദോലനം, അല്ലെങ്കിൽ എന്താണ് ആട്ടം, എന്താണ് നമ്മൾ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മളൊരു ഇത് ഇവിടെ കാണുന്നുണ്ടെങ്കിൽ ഒരു കുട്ടി ആടുന്നുണ്ട് അല്ലേ. നമുക്കറിയാം പലതരം ചലനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, നമ്മൾ ഫാനിൻ്റെ ചലനം അല്ലേ, അതായത് ഒരു ഫാൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് എന്ത് ചലനമാണ്? വർത്തുള ചലനമാണ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫാനിൻ്റെ ചലനം എന്താണ്? വർത്തുള ചലനമാണ്. അതേപോലെ തന്നെ ഒരു അതിന് ഇംഗ്ലീഷ് മീഡിയം പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? സർക്കുലാർ മോഷൻ എന്ന് പറയും അല്ലേ. സോ സർക്കുലാർ മോഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഊഞ്ഞാലിൻ്റെ ചലനം എന്ത് ചലനമാണ്? വർത്തുള ചലനമാണോ? അല്ല. അപ്പോൾ എന്ത് ചലനമാണത് നമുക്ക് നോക്കി നോക്കാം. സോ നമ്മളിവിടെ ഒരു കുട്ടി ഊഞ്ഞാലാടുന്നുണ്ട് അല്ലേ. അങ്ങോട്ട് പോയിട്ട് അവൻ കയറി നിൽക്കണൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. സോ നിങ്ങൾ അങ്ങനെ ആക്റ്റീവ് വേണം, പഠിക്കാനൊക്കെ ഫുൾ ആക്റ്റീവായിട്ട് സെറ്റാക്കിയിട്ട് പഠിക്കുക. സോ നമ്മൾ ആ ഊഞ്ഞാലിമ ആടിയിട്ട് എങ്ങോട്ട് പോകുന്നുണ്ട്? ആദ്യം അങ്ങോട്ട് പോകുന്നുണ്ട്, പിന്നെ ഇങ്ങോട്ട് പോകുന്നുണ്ട്. 2 വശത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട് അല്ലേ. സോ ഇതാണെന്ത് ദോലനം. ഇതാണ് ഈ ഒരു മോഷനെ പറയുന്ന പേരാണ് ഓസിലേറ്ററി മോഷൻ, അല്ലെങ്കിൽ ദോലനം എന്ന് പറയും, ഓസിലേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ആട്ടം എന്ന് പറയും. നമ്മൾ ആടുക എന്ന് പറയില്ലേ മലയാളത്തിൽ പറയുകയാണെങ്കിൽ. ആട്ടം തന്നെയാണ് ഈ ദോലനം തന്നെയാണ് ഓസിലേഷൻ. സെറ്റല്ലടാ. സോ നമ്മൾ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ, ഇതാ ഞാൻ ഇവിടെ കാണിച്ചിട്ട് ഞാനൊരു ഇവിടെ ഊഞ്ഞാൽ വരക്കാണ്. ഞാനിവിടെ ഒരു ഊഞ്ഞാൽ വരക്കാണ്. ഒരു ഊഞ്ഞാൽ വരക്കാണ്. ഒരു ഊഞ്ഞാൽ വരച്ചു. നമ്മൾ ഒരു പട്ടികയൊക്കെ വെച്ചിട്ട്, ഒരു മരക്കഷ്ണമൊക്കെ വെച്ചിട്ട് ഞാനൊരു ഊഞ്ഞാൽ സെറ്റാക്കി. നല്ല ഊഞ്ഞാലാണ്, നല്ല പവറുള്ള ഊഞ്ഞാലാണ്. സോ നമ്മൾ ഒരു ഊഞ്ഞാൽ കെട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ആടാതെ നിൽക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവില്ല, നടുവിലൊരു സ്ഥലം ഉണ്ടാവില്ല അല്ലേ. പിന്നല്ലേ നമ്മൾ ആടാൻ തുടങ്ങുക. സോ നമ്മൾ ആടാത്തൊരു സ്ഥലത്തിന്, ആ നിൽക്കുന്ന സ്ഥലത്തിന് ഇതിന് പറയുന്ന പേരാണ് തുലന സ്ഥാനം. എന്താ പറയടാ? തുലന സ്ഥാനം. അല്ലെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയും. തുലന സ്ഥാനം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയും. സെറ്റല്ലടാ. ആ ആടാതെ നിൽക്കുന്ന സ്ഥലത്തിന്, ഇതൊരു നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റാണ്. ആടാതെ നിൽക്കുന്ന സ്ഥലത്തിന് നമ്മൾ എന്താ പറയുക? ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലെങ്കിൽ തുലന സ്ഥാനം എന്ന് വിളിക്കും. സെറ്റല്ലേ. ഇനി നമ്മൾ ഈ തുലന സ്ഥാനത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഒരാൾ വലിച്ച് ബാക്കിൽ ഇങ്ങനെ കൊണ്ടുപോകില്ലേ, ഇങ്ങോട്ട് ഇങ്ങനെ കൊണ്ടുപോകും അല്ലേ. ആ പൊസിഷൻ എന്ത് ചെയ്യണം? അവിടെ ഞാൻ എന്നിട്ടു. ആ പൊസിഷൻ നമ്മൾ എന്ത് ചെയ്തു? ആ കൊണ്ടേ വെച്ച സ്ഥലത്തിന് നമ്മൾ എന്തെടുത്തു? എന്ന് പൊസിഷൻ കൊടുത്തു. ഓക്കെ, പൊസിഷൻ. ഇനി അതേപോലെ ഇങ്ങോട്ടുണ്ടാവില്ലടാ, അതേപോലെ ഇങ്ങോട്ടുണ്ടാവുമല്ലോ. ആ പൊസിഷൻ ഞാൻ എന്ത് ചെയ്തു? ബി എന്ന് കൊടുത്തു. അതായത് ഓനവിടുന്ന് അങ്ങനെ വിട്ടാൻ എന്ത് ചെയ്യും? ഇവിടെ വന്ന് ഇങ്ങനെ ഒരു മാക്സിമം ഒന്ന് നിൽക്കൂലേ, ആ സ്ഥലത്തിന് ഞാൻ എന്ത് ചെയ്തു? ബി എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഒരു ആട്ടം അല്ലെങ്കിൽ ഒരു ദോലനം അല്ലെങ്കിൽ ഒരു ഓസിലേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഞാൻ ഈ തുലന സ്ഥാനത്തിന് ഞാൻ ഓന്ന് കൊടുക്കുകയാണ്. എന്ത് കൊടുക്കുകയാണ്? ഓന്ന് കൊടുക്കുകയാണ്. സോ ഞാൻ ഒരു ആട്ടം എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോളി. ഒരു ആട്ടം അല്ലെങ്കിൽ ഒരു ഓസിലേഷൻ അല്ലെങ്കിൽ ദോലനം എന്ന് പറയുന്നത് ഓയിൽ നിന്ന് എയിലേക്ക് പോയി. ഓന്ന് എങ്ങോട്ട് പോയി? ഓന്ന് ഞാൻ ഇവിടെ നിൽക്കണം. ഞാൻ ഇവിടെ ഇരിക്കുകയാണ്, ഊഞ്ഞാലേ ഇരിക്കുകയാണ്. ഓന്ന് എങ്ങോട്ട് പോയി? ഞാൻ അങ്ങോട്ട് പോയി, ഏക്ക് പോയി, ഏലെത്തി. ഏന്ന് എങ്ങോട്ട് പോകണം? ഏന്ന് തിരിച്ച് ഓലനെത്തി. എന്നിട്ട് എങ്ങോട്ട് എത്തിയോ? ഒരു ആട്ടായോ? ഇല്ല. ഒരു ദോലനായോ? ഇല്ല. ഒരു ഓസിലേഷൻ ആയോ? ഇല്ല. ഇനി ഓന്ന് എങ്ങോട്ട് പോകണം? ബിയിലോട്ട് പോകണം. ഓന്ന് എങ്ങോട്ട് പോയി? ബിയിലോട്ട് പോയി. ഇനി തിരിച്ച് ബിന്ന് എന്ത് ചെയ്യണം? തിരിച്ച് ബിന്ന് ഓലെത്തണം. ഇതാണ് ഒരു ഓസിലേഷൻ, ഇതാണ് ഒരു ദോലനം, ഇതാണൊരു ആട്ടം എന്ന് പറയുന്നത്. ആദ്യം എങ്ങനെയാണ്? ആദ്യം ഓന്ന് തുലന സ്ഥാനത്ത് നിന്ന് എങ്ങോട്ട് പോകണം? എക്ക് പോകണം. ഏന്ന് എങ്ങോട്ട് വരണം? ഓക്ക് വരണം. ഓന്ന് എങ്ങോട്ട് പോകണം? ബിക്ക് പോകണം. ബിന്ന് എങ്ങോട്ട് തിരിച്ചെങ്ങോട്ട് വരണം? ഓക്ക് വരണം. ഇതാണൊരു ദോലനം, ഇതാണൊരു ഓസിലേഷൻ, ഇതാണൊരു ആട്ടം. സെറ്റല്ലടാ. അപ്പോൾ ഈ ഓസിലേഷനെ നമ്മൾ എക്സാമിന് ചോദിക്കുമ്പോൾ എങ്ങനെ ഇതാ? തുലന സ്ഥാനത്തിനെ അടിസ്ഥാനമാക്കിയിട്ട്, അല്ലെങ്കിൽ തുലന സ്ഥാനത്തിനെ ആസ്പദമാക്കിയിട്ട്, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷനെ ബേസ് ആക്കിയിട്ട് എന്ത് ചെയ്യും? ഒരു വസ്തു, ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? ഇരുവശത്തേക്കും, ഒരു വശത്ത് നിന്ന് മറ്റൊരു വശത്തേക്ക് ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മോഷനെ പറയുന്ന പേരാണെന്ത്? ഈ ചലനത്തിന് പറയുന്ന പേരാണെന്ത്? ഓസിലേഷൻ, ദോലനം എന്ന് പറയുന്നത്. സോ നമുക്കൊരു ഡെഫിനിഷൻ പഠിക്കാം. ഓസിലേഷൻ ഈസ് എ പീരിയോഡിക് മോഷൻ. ഓസിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു പീരിയോഡിക് മോഷനാണ്. ഇൻ വിച്ച് ആൻ ഒബ്ജക്റ്റ് മൂവ്സ് ടു ആൻഡ് ഫ്രോ. ടു ആൻഡ് ഫ്രോ എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് നിന്ന് മറ്റു വശത്തേക്ക്, ഒരു വശത്ത്
വശത്തുനിന്ന് മറ്റേ വശത്തേക്ക്. ഇതാണ് ടു ആൻഡ് ഫ്രോ. ടു ആൻഡ് ഫ്രോ അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്, ഒരു ടൈം പീരീഡിൽ, ഒരു റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ടൈം അബൌട്ട് ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ, അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ തുലന സ്ഥാനത്തെ അടിസ്ഥാനമാക്കിയിട്ട് രണ്ട് വശത്തേക്കും നീങ്ങുന്നതാണ് ദോലനം, ഓസിലേഷൻ എന്ന് പറയുന്നത്. മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു വസ്തു തുലന സ്ഥാനത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഇരുവശത്തേക്കും നീങ്ങുന്നതാണ് എന്താ ഓസിലേഷൻ, ദോലനം എന്ന് പറയുന്നത്. സെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ടോപ്പിക്ക് ഓസിലേഷൻ. ക്ലിയർ ആണല്ലോ, സിമ്പിൾ ടോപ്പിക് അല്ലേ? എന്താണ് ഓസിലേഷൻ എന്ന കാര്യങ്ങളൊക്കെ സെറ്റല്ലേ? ഇനി ഓസിലേഷൻ ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്ക് പോവാം. എന്താണ് ഓസിലേഷൻ എക്സാമ്പിൾ? നമ്മൾ ഈ പഴയ കാലത്തെ ക്ലോക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും, താഴെ ഇങ്ങനെ അടിക്കുന്ന സാധനം അല്ലേ, ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന സാധനം. അതെന്തിന് എക്സാമ്പിളാണ്? ഓസിലേഷൻ എക്സാമ്പിളാണ്, ദോലനത്തിന് എക്സാമ്പിളാണ്, ആട്ടത്തിന് എക്സാമ്പിളാണ്. സോ ഒന്നാമത്തെ ഉദാഹരണം എന്തിനാണ് ഉദാഹരണം നമ്മളിവിടെ നോക്കുന്നത്? ഓസിലേറ്ററി മോഷൻ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ദോലനത്തിന് ഉദാഹരണം എന്ത്? ഒന്നാമത്തത് ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം. രണ്ടാമത്തെ ഉദാഹരണം നമ്മൾ പറഞ്ഞു ഊഞ്ഞാല്. ഓക്കെ, ഊഞ്ഞാല് അല്ലെങ്കിൽ സ്വിങ്. ക്ലോക്കിൻ്റെ പെൻഡുലത്തിനാണെങ്കിൽ ദ മോഷൻ ഓഫ് പെൻഡുലം ഓഫ് ക്ലോക്ക്. ഓക്കെ, ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം. ഓക്കെ, ഇതാണ് ഉദാഹരണം, എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. സോ ഓസിലേഷൻ എന്താണെന്ന് പഠിച്ചു അല്ലേ? ഒരു തുലനസ്ഥാനം ഉണ്ടാവും, അതിന് ഇരുവശത്തേക്കും ഇങ്ങനെ ചലിക്കുന്ന ചലനമാണെന്ത്? ഓസിലേഷൻ അല്ലെങ്കിൽ ദോലനം അല്ലെങ്കിൽ ആട്ടം എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നതാണ് ആംപ്ലിറ്റ്യൂഡ്, ആയതി. എന്താണ് ആംപ്ലിറ്റ്യൂഡ്? ഇതിനെ കണക്ട് ചെയ്ത് തന്നെ ഇതിനെ ബന്ധപ്പെടുത്തി വരുന്ന ഭാഗം തന്നെയാണ് ഓസിലേഷനെ, ദോലനത്തെ ബന്ധപ്പെടുത്തി വരുന്ന ഭാഗം തന്നെയാണ് ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആയതി എന്ന് പറയുന്നത്. എന്താണ് ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ എന്താണ് ആയതി എന്ന് നമുക്ക് നോക്കി വെക്കാം. ജസ്റ്റ് നോക്കി വെക്കാം. ഞാൻ നേരത്തെ പോലെ എന്ത് ചെയ്യാണ്, ഞാനൊരു ഊഞ്ഞാല് വരയ്ക്കണം. ഓക്കെ, ഒരു ഊഞ്ഞാല് വരയ്ക്കുകയാണ്. അതാ ഒരു ഊഞ്ഞാല് വരച്ചു, ഒരു മരപ്പലകൊക്കെ ഇട്ട് ഒരു ഊഞ്ഞാല് വരച്ചു. ഓക്കെ, ഇതാണ് ഒരു ഊഞ്ഞാല. ഞാൻ എന്ത് ചെയ്തു? അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനെ ഞാൻ ഇക്വിലിബ്രിയം പൊസിഷനെ ഞാൻ ഓന്ന് കൊടുത്തു. തുലന സ്ഥാനത്ത് ഞാൻ എന്ത് ചെയ്തു? ഓന്ന് കൊടുത്തു. ഇനി ഞാൻ ഞാൻ അതിലിങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ആ ഓസിലേഷൻ അതായത് നാട്ടാൻ വേണ്ടി ഞാൻ അങ്ങനെ ഇരിക്കുക. അതിൽ ഒരാൾ വന്ന് ബാക്കിൽ ഇങ്ങനെ വലിച്ചുകൊണ്ട് ഒരു മാക്സിമം സ്ഥലത്തെത്തി. അങ്ങനെ വലിച്ചുകൊണ്ടിട്ട് ഒരു മാക്സിമം സ്ഥലത്ത് എത്തിച്ചിട്ടോ. മാക്സിമം ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. അങ്ങോട്ട് കയറ് ബാക്ക് വരുമല്ലോ, അതിൻ്റെ കൂടെ മാക്സിമം സ്ഥലത്ത് ഞാൻ അങ്ങനെ ഇരിക്കുക. ഓക്കെ, മാക്സിമം സ്ഥലത്ത് ഇരിക്കുക. ആ മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ലേ, ഈ തുലന സ്ഥാനത്ത് നിന്ന് ഇങ്ങോട്ടുണ്ടാകണം മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ലേ, മാക്സിമം ഒരു പരമാവധി സ്ഥാനാന്തരല്ലേ, ആ സ്ഥാനാന്തരത്തിന് പറയുന്ന പേരാണെന്ത്? ആയതി. ആ സ്ഥാനാന്തരത്തിന് പറയുന്ന പേരാണെന്ത്? ആയതി. ആ ഡിസ്പ്ലേസ്മെൻറ്റിന് പറയുന്ന പേരാണെന്ത്? ആംപ്ലിറ്റ്യൂഡ്. ഇതിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ എന്താണ്? എ. സ്മോൾ ലെറ്റർ എ ആണ് ഇതിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ. അതായത് എന്താണ്? ഒരു തുലന സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷനിൽ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ എന്നല്ല, മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിനെ പറയുന്ന പേരാണെന്ത്? ആംപ്ലിറ്റ്യൂഡ്. അല്ലെങ്കിൽ ഒരു തുലന സ്ഥാനത്ത് നിന്നുണ്ടാകുന്ന പരമാവധി പരമാവധി സ്ഥാനാന്തരത്തിന് പറയുന്ന പേരാണെന്ത്? ആയതി. അതിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ എന്താണ്? എ. എന്താണ്? സ്മോൾ ലെറ്റർ എ. അതിൻ്റെ SI യൂണിറ്റ് എന്തായിരിക്കണം? നമ്മൾ പഠിച്ചത് 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. സ്ഥാനാന്തരത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. ഇതും എന്താണ്? ആയതി എന്ന് പറയുന്നത് എന്താണ്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? സ്ഥാനാന്തരമാണ്, ഒരു പരമാവധി സ്ഥാനാന്തരമാണ്, പരമാവധി മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? SI യൂണിറ്റ് എന്തായിരിക്കടാ? SI യൂണിറ്റ് എന്തായിരിക്കും? മീറ്റർ ആയിരിക്കും. SI യൂണിറ്റ് എന്തായിരിക്കും? മീറ്റർ ആയിരിക്കും. സോ ഇങ്ങോട്ട് മാത്രമാണോ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുക, പരമാവധി സ്ഥാനാന്തരം ഉണ്ടാവുക? ആംപ്ലിറ്റ്യൂഡ് ഈ സൈഡിലേക്ക് മാത്രമാണോ ഉണ്ടാവുക? അല്ല, മറ്റേ സൈഡിലേക്കൊന്നും മറ്റൊരു സൈഡിലേക്കൊന്നും ഉണ്ടാവും. അതിന് പരമാവധി ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും, പരമാവധി സ്ഥാനാന്തരം ഉണ്ടാവും, മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും. അതും എന്ത് തന്നെയാണ്? ആംപ്ലിറ്റ്യൂഡാണ്, ആയതിയാണ്. സെറ്റല്ലേടാ, പവറല്ലേടാ. ഒന്നാമത്തെ ഓസിലേഷൻ എന്താണെന്ന് പഠിച്ചു. എന്താണ് ഓസിലേഷൻ? ഒരു തുലന സ്ഥാനത്ത് നിന്ന് ഇരുവശത്തേക്കും ചലിക്കുക, ടു ആൻഡ് ഫ്രോ മോഷനാണെന്ത്? ഇക്വിലിബ്രിയം പൊസിഷനെ ബേസ് ആക്കിയിട്ട് രണ്ട് വശത്തേക്കും ടു ആൻഡ് ഫ്രോ മോഷൻ ചെയ്യുന്നതാണെന്ത്? ഓസിലേഷൻ, ദോലനം അല്ലെങ്കിൽ ആട്ടം എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ പഠിച്ചു ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് പഠിച്ചു. ആംപ്ലിറ്റ്യൂഡ് എന്താണ്? ആയതി എന്താണ്? തുലന സ്ഥാനത്ത് നിന്ന് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നുണ്ടാകുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ പരമാവധി സ്ഥാനാന്തരത്തിന് പറയുന്ന പേരാണെന്ത്? ആംപ്ലിറ്റ്യൂഡ്, ആയതി എന്ന് പറയുന്നത്. ഇതിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ എന്താണ്? സ്മോൾ ലെറ്റർ എ ആണ്. ഓക്കെ, സെറ്റല്ലടാ, പവറല്ലടാ. ഇനി ഇതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററാണ്. ഇത്ര കാര്യങ്ങൾ പഠിച്ചില്ലേ? ഇത്ര കാര്യങ്ങൾ സെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ബേസിലല്ല, നമുക്ക് ഇനി വരാൻ പോകുന്നൊരു ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അല്ലെങ്കിൽ നമുക്ക് ആ ടോപ്പിക്ക് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം?
നമ്മൾ ഈ ക്വസ്റ്റ്യനിക്ക് വരാം. ഓക്കെ, സോ അടുത്ത ടോപ്പിക്കാണ് പീരിയഡ്. അടുത്ത ടോപ്പിക്കാണ് എന്ത്? പീരിയഡ്. എന്താണ് പീരിയഡ് എന്ന് നോക്കാതാ. ഞാനൊരു ഊഞ്ഞാൽ വീണ്ടും വരക്കുകയാണ്. ഒരു ഊഞ്ഞാൽ ഇതാ വീണ്ടും വരച്ചു, പട്ടിക വരച്ചു, കാര്യങ്ങളൊക്കെ വെച്ചു. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്തു? ഒരു ഇക്വിലിബ്രിയം പൊസിഷനെ ഞാൻ തുലന സ്ഥാനത്ത് ഞാൻ എന്നും കൊടുക്കുന്നത് പോലെ മൂപ്പരാക്കാക്ക് ഞാൻ ഓന്ന് പേര് കൊടുത്തു. എന്ത് കൊടുത്തു? ഓന്ന് പേര് കൊടുത്തു. സോ തുലന സ്ഥാനത്ത് നിന്ന് ഞാൻ ഒരു മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്, പരമാവധി സ്ഥാനാന്തരം ഒരു ആയതിയിൽ കൊണ്ടുവച്ചു. അതിന് നമ്മൾ എ എന്ന് കൊടുത്തു. അതേപോലെ തന്നെ എന്ത് ചെയ്യും? ഞാൻ മറ്റൊരു സൈഡൊക്കെ ഞാൻ എന്ത് ചെയ്തു? ഓനെ കൊണ്ടുപോയി വെച്ചു. ആ സൈഡിലേക്കും കൊണ്ടുവച്ച്, ഈ സൈഡിലേക്കും കൊണ്ടുവച്ച്, ആ സൈഡിലേക്കും കൊണ്ടുവച്ച്. ഈ സാധനത്തിന് ഞാൻ ബി എന്ന് കൊടുത്തു. നമ്മൾ പറഞ്ഞു എപ്പോഴാണ് ഒരു ആട്ടം അല്ലെങ്കിൽ ഒരു ദോലനം, ഒരു ഓസിലേഷൻ എന്ന് എപ്പോഴാണ് പറയാം? അതെ, ഓന്ന് തുടങ്ങിയിട്ട് പറയും തുലന സ്ഥാനത്ത് നിന്ന് തുടങ്ങിയിട്ട്, മക്കൾ പറയും തുലന സ്ഥാനത്ത് നിന്ന് തുടങ്ങിയിട്ട് എയിലോട്ട് പോയിട്ട് ഏന്ന് തിരിച്ച് ഓലോട്ടെത്തിയിട്ട് ഓന്ന് തിരിച്ച് ബിയിലോട്ടെത്തിയിട്ട് ബിന്ന് തിരിച്ച് ഓലെത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഓസിലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കണം, സിമ്പിൾ കാര്യങ്ങളാണ് പീരിയഡ് എന്ന് പറഞ്ഞാൽ. സിമ്പിൾ കാര്യമാണ്. ഞാൻ വീണ്ടും എന്ത് ചെയ്തു? ഓന്ന് തുടങ്ങുകയാണ്, തുലന സ്ഥാനത്ത് നിന്ന് തുടങ്ങുകയാണ്, ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് തുടങ്ങുകയാണ്. ഞാൻ എന്ത് ചെയ്തു? എയിൽ പോയെത്തി. എവിടെത്തി? എയിൽ പോയെത്തി. ഏന്ന് എങ്ങോട്ടെത്തി? ഓക്കെന്ന് തിരിച്ചെത്തി. ഓന്ന് എങ്ങോട്ട് പോയി? ബിക്ക് പോയി. ബിന്ന് തിരിച്ചെങ്ങോട്ടെത്തി? ഓലനെത്തി. ഇതല്ലേടാ ഒരു ഓസിലേഷൻ? ഇതല്ലേടാ ഒരു ഓസിലേഷൻ? ഇതല്ലേടാ ഒരു ഓസിലേഷൻ? ഇതല്ലേടാ ഒരു ദോലനം? ഇതല്ലടാ ഒരു ദോലനം? ഈ ദോലനത്തിന് സമയം എടുത്തിട്ടുണ്ടാവൂലേ? ഒരു ദോലനം കംപ്ലീറ്റ് ചെയ്യാൻ ഒരു സമയം എടുത്തിട്ടുണ്ടാവൂലേ? ഈ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ, ഈ ഒരു ഓസിലേഷൻ പൂർത്തിയാക്കാൻ ഒരു സമയം എടുത്തിട്ടുണ്ടാവൂലേ? വസ്തുവിന് ഒരു സമയം എടുത്തിട്ടുണ്ടാവൂലേ? ഈ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ, ഈ ഒരു ആറ്റം കംപ്ലീറ്റ് ചെയ്യാൻ, ഈ ഒരു ദോലനം കംപ്ലീറ്റ് ചെയ്യാൻ എടുത്ത സമയത്തിന് പറയുന്ന പേരാണ് എന്താടാ? പീരിയഡ്. അപ്പോൾ എന്താ പീരിയഡ്? ഒരു ഓസിലേഷന് വേണ്ട ടൈമാണെന്ത്? പീരിയഡ്. ഒരു ഓസിലേഷന് വേണ്ട ടൈമാണ് എന്താടാ? പീരിയഡ്. അല്ലെങ്കിൽ ഒരു ദോലനത്തിന് വേണ്ട സമയത്തിന് പറയുന്ന പേരാണെന്ത്? പീരിയഡ്. അല്ലെങ്കിൽ ഒരു ആട്ടത്തിന് വേണ്ട സമയത്തിന് പറയുന്ന പേരാണെന്ത്? പീരിയഡ്. അപ്പോൾ ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ദോലനം എന്ന് പറഞ്ഞാൽ എന്താ? തുലന സ്ഥാനത്ത് നിന്ന് തുടങ്ങി എയിലോട്ട് പോയി, ഏന്ന് തിരിച്ച് തുലന സ്ഥാനത്തേക്ക് എത്തി, ഇക്വിലിബ്രിയം പൊസിഷനിലെത്തി, എന്നിട്ട് തിരിച്ച് ബിയിലോട്ട് പോയി, ബിന്ന് തിരിച്ച് തുലന സ്ഥാനം ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തുന്നതാണ് എന്ത്? ഒരു ഓസിലേഷൻ എന്ന് പറയുന്നത്. ഇതിനെടുക്കുന്ന ടൈമിനെ പറയുന്ന പേരാണെന്ത്? പീരിയഡ്. ഒരു ഓസിലേഷൻ എടുക്കുന്ന ടൈമിനെ പറയുന്ന പേരാണ് എന്താടാ? പീരിയഡ്. അങ്ങനെയാണെങ്കിൽ പീരിയഡിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ക്യാപിറ്റൽ ടി ആണ്. പീരിയഡിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ എന്താണ്? ക്യാപിറ്റൽ ടി ആണ്. ഇതിൻ്റെ SI യൂണിറ്റ് എന്താടാ? സമയത്തിൻ്റെ SI യൂണിറ്റ് നമ്മൾ പഠിച്ചതാടാ. എന്താടാ? അതെ, എന്താണ് സമയത്തിൻ്റെ SI യൂണിറ്റ്? സെക്കൻഡാണ് സമയത്തിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ. ക്യാപിറ്റൽ ടി ആണ് പീരിയഡിനെ സൂചിപ്പിക്കുന്ന അക്ഷരം. ഓക്കെ, ലെറ്റർ. ഇത്ര കാര്യങ്ങൾ സെറ്റ് ചെയ്യലടാ. അങ്ങനെയാണെങ്കിൽ ഇതിന് നമ്മൾ എക്സാമിന് ചോദിക്കുമ്പോൾ എന്ത് വേണം? ഒരു ഡെഫിനിഷൻ വേണം. ഇതാ, ദ ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ. ഒരു ഓസിലേഷന് വേണ്ട ടൈമിനെ പറയുന്ന പേരാണ് എന്താടാ? പീരിയഡ്. ഒരു ഓസിലേഷന് വേണ്ട ടൈമിനെ പറയുന്ന പേരെന്താടാ? ഒരു ഓസിലേഷന് വേണ്ട ടൈമിന് പറയുന്ന പേരാണ് എന്ത്? പീരിയഡ്. ഇതിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ എന്താണ്? ക്യാപിറ്റൽ ടി. SI യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. മലയാളം മീഡിയം പറയുകയാണെങ്കിൽ ഒരു ദോലനത്തിന് ആവശ്യമായ സമയത്തെ നമ്മൾ എന്ത് വിളിക്കും? പീരിയഡ് എന്ന് വിളിക്കും. ഇതിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ എന്താണ്? ക്യാപിറ്റൽ ടി ആണ്. യൂണിറ്റ് എന്താണ്? സെക്കൻഡാണ്. സ്മോൾ ലെറ്റർ S എന്ന് പറയും. സെറ്റ് അല്ലേടാ? പവർ അല്ലേടാ? ഡെഫിനിഷനുമായി, കാര്യങ്ങൾ പഠിച്ചു, സെറ്റായി. ആദ്യം നമ്മൾ എന്ത് പഠിച്ചു? ഓസിലേഷൻ എന്താണെന്ന് പഠിച്ചു, ദോലനം എന്താണെന്ന് പഠിച്ചു. പിന്നെ നമ്മളെന്ത് പഠിച്ചു? ആംപ്ലിറ്റ്യൂഡ്, ആയതി എന്താണെന്ന് പഠിച്ചു. പിന്നെ നമ്മളെന്ത് പഠിച്ചു? പീരിയഡ്. ഓക്കെ, പീരിയഡ് എന്താണെന്ന് പഠിച്ചു. ഇത്ര കാര്യങ്ങൾ സെറ്റില്ലടാ. പീരിയഡിന് ഇംഗ്ലീഷിലും പീരിയഡ്, മലയാളത്തിലും പീരിയഡ് തന്നെയാണ് പറയുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പീരിയഡുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഒരു പെൻഡുലം. ഇഫ് എ പെൻഡുലം ടേക്സ് 1 minute ടു കംപ്ലീറ്റ് 30 ഓസിലേഷൻസ്, ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു കംപ്ലീറ്റ് 1 ഓസിലേഷൻ? അതായത് 30 ദോലനങ്ങൾക്ക് 1 മിനിറ്റ് സമയം എടുക്കുന്ന ഒരു പെൻഡുലം ഒരു ദോലനം പൂർത്തിയാക്കാൻ എത്ര സമയമെടുക്കും? അതായത് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ എന്താ കാണാൻ പറഞ്ഞതെന്ന് മനസ്സിലാവും. ഹൗ ലോങ് ഡസ് ടു ടേക്ക് കംപ്ലീറ്റ് 1 ഓസിലേഷൻ? ഒരു ഓസിലേഷന് വേണ്ട ടൈം കാണാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം എന്താ? ടൈം പീരീഡാണ് കാണാൻ പറഞ്ഞത് നമുക്കറിയാം. സോ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം 30 ഓസിലേഷന് ഞാൻ N എന്ന് കൊടുത്തു. ഓക്കെ, ഓസിലേഷന് ഞാൻ 30 ഓസിലേഷൻ ഞാൻ 30 N എന്ന് കൊടുത്തു. ഈസ് ഈക്വൽ ടു 1 മിനിറ്റ് ആണ് എടുക്കുന്നത്. എത്ര സമയം എടുക്കുന്നത്? 1 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റ് ആണ് എത്ര സെക്കൻഡാണ്? 16 സെക്കൻഡാണ്. 60 സെക്കൻഡാണ് ഒരു മിനിറ്റ് എന്ന് പറയുന്നത്. സോ 30 ഓസിലേഷൻ എത്ര സെക്കൻഡ് ടൈം എടുക്കുന്നുണ്ട്? 60 സെക്കൻഡ് ടൈം എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ഓസിലേഷന് ഒരു N ഈസ് ഈക്വൽ ടു ഒരു ഓസിലേഷൻ എത്ര ടൈം എടുക്കും? 60/30. 60/30 സിമ്പിൾ അല്ലേടാ? 60/30 എത്രടാ? 2 സെക്കൻഡ്.
2 സെക്കൻഡ്. 60/30 പറഞ്ഞാൽ 2, പിന്നെ സമയത്തിൻ്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡാണ്. സോ ആൻസർ കിട്ടിയില്ലടാ. സിമ്പിൾ അല്ലേടാ. ഒരു ഓസിലേഷൻ എത്ര ടൈം എടുക്കുന്നുണ്ട്? 2 സെക്കൻഡ് ടൈം എടുക്കുന്നുണ്ട്. സെറ്റ് അല്ലേടാ, പവർ അല്ലേടാ, ഓക്കെ അല്ലേടാ. അങ്ങനെയാണെങ്കിൽ അടുത്ത ടോപ്പിക്ക് നമുക്ക് പോവാം. അടുത്ത ടോപ്പിക്കാണ്. അടുത്ത ടോപ്പിക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അടുത്ത ടോപ്പിക്ക് ഇതാ. ഇനി അടുത്ത ടോപ്പിക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ഓസിലേഷൻ, ഒരു ഊഞ്ഞാൽ വരക്കുന്നു. നല്ല ഉറപ്പില്ല ഊഞ്ഞാലാണ്. ഊഞ്ഞാൽ വരക്കുന്നു. ഞാൻ എന്ത് ചെയ്തു? ഒരു തുലന സ്ഥാനം ഉണ്ടാവുമല്ലോ, അതിന് ഞാൻ എന്ത് ചെയ്ത് കൊടുത്തു? തുലന സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുത്തു? ഓന്ന് കൊടുത്തു. തുലന സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുത്തു? ഓന്ന് കൊടുത്തു. ഇനി നമ്മൾ മാക്സിമം ഇങ്ങോട്ട് വരച്ചു. അതേപോലെ തന്നെ മാക്സിമം ഇങ്ങോട്ടും വരച്ചു. ഓക്കെ, ഒന്ന് വൃത്തിക്ക് വരകാം. വൃത്തിക്ക് വരച്ചാൽ ഓക്കെ. ഇതിനെ ഞാൻ എ എന്ന് കൊടുത്തു, ഇത് ഞാൻ ബി എന്ന് കൊടുത്തു. ഞാനൊരു സ്റ്റോപ്പ് വാച്ച് എടുത്തു. ഓക്കെ, ഒരു സ്റ്റോപ്പ് വാച്ച് എടുത്തു. ഞാൻ ഈ ഊഞ്ഞാലിനെ ആട്ടാൻ പോട്ടോ. ഈ ഒരു ഊഞ്ഞാലാട്ടി സ്റ്റോപ്പ് വാച്ചിൽ കറക്റ്റ് 1 സെക്കൻഡ് ആയപ്പോൾ ഇവിടെ എത്ര ആട്ടം ആടിയെന്ന് ഞാൻ നോക്കി. ഓക്കെ, 1 സെക്കൻഡ് ടൈം ഞാൻ സ്റ്റോപ്പ് വാച്ചിലെടുത്തു. 1 സെക്കൻഡ് സമയം ഞാൻ സ്റ്റോപ്പ് വാച്ചിലെടുത്തു. അപ്പോൾ ഞാൻ എത്ര ആട്ടം ആടിയെന്ന് നോക്കി. ഓക്കെ, അതാണെന്ത്? ആവൃത്തി. പുതിയ ടോപ്പിക്കാണ് ആവൃത്തി. എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി. അപ്പോൾ എന്താണ് ഫ്രീക്വൻസി അല്ലെങ്കിൽ എന്താണ് ആവൃത്തി? 1 സെക്കൻഡിൽ ഉണ്ടാവുന്ന ദോലനങ്ങളുടെ എണ്ണം, 1 സെക്കൻഡിൽ ഉണ്ടാവുന്ന ഓസിലേഷൻ്റെ എണ്ണമാണ് എന്ത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സെറ്റല്ലടാ, സിമ്പിൾ അല്ലടാ. പീരീഡ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഒരു ഓസിലേഷന് വേണ്ട ടൈം. പക്ഷേ ഫ്രീക്വൻസി, ആവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ? 1 സെക്കൻഡിൽ ഉണ്ടാവുന്ന ദോലനങ്ങളുടെ എണ്ണം. 1 സെക്കൻഡിൽ ഉണ്ടാവുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് എന്ത്? ആവൃത്തി, ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അല്ലെ, 1 സെക്കൻഡിൽ ഉണ്ടാവുന്ന ഓസിലേഷൻ്റെ എണ്ണം. ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ ഓസിലേഷൻ്റെ എണ്ണം. ഒറ്റ സെക്കൻഡിൽ ഉണ്ടാവുന്ന ഓസിലേഷൻ്റെ എണ്ണമാണ് എന്ത്? ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സാമിന് എഴുതുമ്പോൾ ഒരു നിർവചനം അല്ലെങ്കിൽ ഡെഫിനിഷൻ ആണ് അല്ലേ. ഇതാ, ദ നമ്പർ ഓഫ് ഓസിലേഷൻ, ഒന്നാമത്തെ പോയിന്റ്. ദ നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ്, രണ്ടാമത്തെ പോയിന്റ്. ഇത്ര കാര്യങ്ങളാണ്. നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ് ഈസ് കോൾഡ് ഫ്രീക്വൻസി. ഫ്രീക്വൻസിൻ്റെ യൂണിറ്റ് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, പഠിച്ചോളി. എന്താണ് ഫ്രീക്വൻസിൻ്റെ യൂണിറ്റ്? എന്താണ്? ഹെഡ്സ് ആണ്. എന്താണ്? ഹെഡ്സ് ആണ്. സെറ്റിലിടാം. ഇനി ഫ്രീക്വൻസി ഈസ് ഡിനോട്ടഡ് ബൈ ലെറ്റർ എഫ്. സ്മോൾ ലെറ്റർ എഫ് ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഫ്രീക്വൻസിയെ ഡിനോട്ട് ചെയ്യുന്നത്. സെറ്റല്ലേ. അങ്ങനെയാണെങ്കിൽ മലയാളം മീഡിയം നോക്കി. 1 സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ഇംഗ്ലീഷ് മീഡിയം ഫ്രീക്വൻസി, മലയാളം മീഡിയം ആവൃത്തി. സെറ്റല്ലടാ. അപ്പോൾ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണമാണെന്ത്? ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി. ഓക്കെ, സോ അതിൻ്റെ യൂണിറ്റ് എന്താണ്? ഹെഡ്സ് ആണ്. സൂചിപ്പിക്കുന്ന ലെറ്റർ എഫ്, സ്മോൾ ലെറ്റർ എഫ് ആണ്. സെറ്റല്ലടാ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് ദ സെയിം പെൻഡുലം കംപ്ലീറ്റ്സ് ഇൻ 1 സെക്കൻഡ്. അത് നമ്മൾ നേരത്തെ ഒരു പെൻഡുലം എടുത്തല്ലോ. അത് ഒരു മിനിറ്റിൽ എത്ര കംപ്ലീറ്റ് ചെയ്ത്? 1 മിനിറ്റിൽ അത് 30 ഓസിലേഷൻ ഞാൻ ഇന്ന് കൊടുത്തു കേട്ടോ. 30 ഓസിലേഷൻ, 30 ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തു, പൂർത്തിയാക്കി. അങ്ങനെയാണെങ്കിൽ 60 സെക്കൻഡിൽ എത്രയാണ്? 1 മിനിറ്റ് ആണ് 60 സെക്കൻഡാണ്. 60 സെക്കൻഡിൽ 30 ഓസിലേഷൻ കംപ്ലീറ്റ് ആക്കി. അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡിൽ എത്രയായിരിക്കും? 30/60. നേരെ തല തിരിച്ച് 30/60. ഇവിടെ 60 സെക്കൻഡാണ്. നമുക്ക് 1 സെക്കൻഡ് കണ്ടാൽ മതി. അപ്പോൾ നമ്മൾ 60 ഇങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ എത്ര ഉണ്ടാവുക? 30/60. എത്ര ആൻസർ കിട്ടുക? 0.5. അതായത് 1 സെക്കൻഡിൽ ഫുൾ ആട്ടം ആടിയോ? ഒരു ഫുൾ ഓസിലേഷൻ ഓടിയോ? ഇല്ല, ഒന്നുമില്ല ഇവിടെ. 0.5 ഉള്ളൂ. ഓക്കെ, സോ ഇതാണെന്ത്? ഇത് നമ്മൾ ഇതാണെങ്കിൽ യൂണിറ്റ് ഒക്കെ ഇതാണെങ്കിൽ ഹെഡ്സ്. ഫ്രീക്വൻസി, ഇതാണ് ഫ്രീക്വൻസി. നമ്മളെന്താ ഇവിടെ കണ്ടത്? 1 സെക്കൻഡിൽ എത്ര ഓസിലേഷൻ നടന്നു എന്നാണ് നോക്കിയത്. അപ്പോൾ 1 സെക്കൻഡിൽ എത്ര ഓസിലേഷൻ നടന്നു? 1 സെക്കൻഡിൽ 30/60, 0.5 ഓസിലേഷൻ നടന്നു. 0.5 ഹെഡ്സ് ഓസിലേഷൻ നടന്നു എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേടാ? അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചടാ? എന്തൊക്കെ പഠിച്ചു? നിങ്ങൾ പറയും എന്തൊക്കെ പഠിച്ചു? ആദ്യം ഓസിലേഷൻ എന്താണെന്ന് പറഞ്ഞു. എന്താണ് ഓസിലേഷൻ? ഇക്വിലിബ്രിയം പൊസിഷനെ ബേസ് ആക്കിയിട്ട് ഇക്വിലിബ്രിയം പൊസിഷനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഇരുവശത്തേക്കും ടു ആൻഡ് ഫ്രോ മോഷൻ, ഒരു തുലന സ്ഥാനത്ത് നിന്ന് ടു ആൻഡ് ഫ്രോ ഇരുവശത്തേക്കും ചലിക്കുന്നതാണ് എന്ത്? ഓസിലേഷൻ എന്ന് പറയുന്നത്. പിന്നെ ആംപ്ലിറ്റ്യൂഡ് ആയത് എന്താണെന്ന് പഠിച്ചു. ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരം, ഒന്നാമത്തെ പോയിന്റ് പരമാവധി സ്ഥാനാന്തരം അല്ലെങ്കിൽ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിന് പറയുന്ന പേരാണെന്ത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? പീരിയഡ് എന്താണെന്ന് പഠിച്ചു. ഒരു ഓസിലേഷന് വേണ്ട, ഒരു ദോലനത്തിന് വേണ്ട സമയമാണെന്ത്? പീരിയഡ് എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ആവൃത്തി. എന്താണ് ആവൃത്തി? എന്താണ് ഫ്രീക്വൻസി? 1 സെക്കൻഡിൽ ഉണ്ടാവുന്ന ദോലനങ്ങളുടെ എണ്ണം, 1 സെക്കൻഡിൽ ഉണ്ടാവുന്ന ഓസിലേഷൻ്റെ എണ്ണമാണെന്ത്? ആവൃത്തി. സെറ്റിലടാ. ഫ്രീക്വൻസി. ഇതിൻ്റെ യൂണിറ്റ് എന്തായാലും പഠിച്ചു വെക്കണം മക്കളെ, എക്സാമിന് ചോദിക്കും. ഓക്കെ അല്ലേ? ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? ഹെഡ്സ് ആണ്. സൂചിപ്പിക്കുന്ന ലെറ്റർ എന്താണ്? സ്മോൾ ലെറ്റർ എഫ് ആണ്. സെറ്റല്ലേടാ? പവർ അല്ലേടാ? സോ മക്കളെ, നമ്മൾ ഫ്രീക്വൻസി എന്താണ്, ആവൃത്തി എന്താണെന്ന് പഠിച്ചു അല്ലേ? എന്താണ് ആവൃത്തി, എന്താണ് ഫ്രീക്വൻസി?
ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ഓസിലേഷൻ്റെ എണ്ണമാണ് അല്ലെങ്കിൽ ദോലനങ്ങളുടെ എണ്ണമാണ് എന്ത് ആവർത്തി എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു അല്ലേ. ഇനി ഇവിടെ നോക്കി നമ്മളിവിടെ ഇതാ ഒരു സിമ്പിൾ പെൻഡുലം, ഇതാണ് പെൻഡുലം കേട്ടോ, ഇതാണ് പെൻഡുലം. ഇതൊരു ലെങ്ത്തിൽ ഈ കയറിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ, ഓക്കെ, ഈ കയറിൻ്റെ ലെങ്ത് ഞാൻ കൂട്ടുകയാണെങ്കിൽ ഈ എല്ല് എന്ത് ചെയ്യാണ്, എല്ല് എന്നാണ് കയറിൻ്റെ ലെങ്ത്തിന് കൊടുത്തത്. ഈ കയറിൻ്റെ ലെങ്ത് ഞാൻ കൂട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഇതിൻ്റെ ഫ്രീക്വൻസി, ഇതിൻ്റെ ആവൃത്തി എന്ത് ചെയ്യും, കുറഞ്ഞു വരും. സിമ്പിൾ അല്ലേടാ. ജസ്റ്റ് ഒരു പോയിന്റ് മാത്രം മനസ്സിലാക്കി നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒന്നും കൂടി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു ലെങ്ത്, ഈ ഒരു കയറിൻ്റെ ലെങ്ത് കൂടുമ്പോൾ ഇതിൻ്റെ എന്ത് കുറയും, ഫ്രീക്വൻസി കുറയും. അതേപോലെ തന്നെ ലെങ്ത് കുറയുമ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഫ്രീക്വൻസി ആവൃത്തി എന്ത് ചെയ്യും, കൂടിപ്പോകും. സോ ദാ വെൻ ലെങ്ത് ഇൻക്രീസസ് ദ ഫ്രീക്വൻസി ഡിക്രീസസ്. ലെങ്ത്തും ഫ്രീക്വൻസി എന്ത് ചെയ്യാണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്, വിപരീത അനുപാതത്തിലാണ്. ഒന്ന് കൂടിയാൽ എന്ത് ചെയ്യണം, മറ്റോ കുറയണം. അങ്ങനെയാണ്, രണ്ടും ഇടയ്ക്കാണ്. ഒന്ന് കൂടിയാൽ എന്ത് ചെയ്യണം, ഒന്ന് കുറയണം, ഒന്ന് കുറഞ്ഞാൽ എന്ത് ചെയ്യണം, മറ്റൊരാൾ കൂടണം. ഇതാണ് എന്ത് ഒരു പോയിന്റ് മനസ്സിലാക്കിയ ഒരു കാര്യം മനസ്സിലാക്കിയ കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു പെൻഡുലത്തിൻ്റെ ലെങ്ത് കൂടുമ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഫ്രീക്വൻസി ആവൃത്തി എന്ത് ചെയ്യും, കുറയും. ഇതിൻ്റെ ലെങ്ത് കുറയുകയാണെങ്കിൽ ഫ്രീക്വൻസി എന്ത് ചെയ്യും, കൂടും. ആവൃത്തി എന്ത് ചെയ്യും, കൂടും. ജസ്റ്റ് മനസ്സിലാക്കിക്കുക. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ പഠിച്ച ആവൃത്തിയിലെ ആവൃത്തിയും പീരീഡും പഠിച്ചു. എന്താ ആവൃത്തി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു ഓസിലേഷൻ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ഓസിലേഷൻ്റെ എണ്ണം, ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണം. അങ്ങനെയാണ് ഈ പീരീഡ് എന്താണ്, ഒരു ഓസിലേഷന് വേണ്ട ടൈം. ഓക്കെ, ഒരു ഓസിലേഷൻ, ഒരു ദോലനത്തിന് വേണ്ട ടൈമാണ് എന്ത് പീരീഡ്. അങ്ങനെയാണെങ്കിൽ കുറച്ച് ഇക്വേഷൻസ് നമുക്ക് പഠിച്ചേക്കാണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചേക്കാണ്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് റെഡ് ഡൗൺ ചെയ്താൽ. ഇതാ നോക്കിക്കോളൂ മക്കളെ. ഒന്നാമത്തെ ഇക്വേഷൻ എന്ത് കാണാനാണ് നമുക്ക് കാണാനുള്ളത്, ടൈം പീരീഡിനെ നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റർ എന്താണ്, ക്യാപിറ്റൽ ടി. ടൈം പീരീഡിനെ യൂസ് ചെയ്യുന്ന ലെറ്റർ എന്താണ്, ക്യാപിറ്റൽ ടി ഈസ് ഈക്വൽ ടു ചെറിയ ടി ബൈ എൻ. ഇവിടെ ടി എന്താണ്, പീരീഡാണ് കേട്ടോ. ടി എന്ന് പറയുന്നത് പീരീഡാണ്. ചെറിയ ടി എന്ന് പറയുന്നത് സമയം, ടൈം. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഓസിലേഷൻ അല്ലെങ്കിൽ ദോലനങ്ങളുടെ എണ്ണം. അപ്പോൾ നോക്കി മക്കളെ, നമുക്ക് എന്ത് കിട്ടി, ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ കിട്ടിയല്ലോ, പീരീഡ് ഈസ് ഈക്വൽ ടു കുഞ്ഞു ടി ബൈ എൻ, വലിയ ടി ഈസ് ഈക്വൽ ടു കുഞ്ഞു ടി ബൈ എൻ. കുഞ്ഞുകുട്ടി പറഞ്ഞാൽ ചെറിയ ടി കേട്ടോ, കുഞ്ഞു ടി ബൈ എൻ. വലിയ ടി ഈസ് ഈക്വൽ ടു കുഞ്ഞു ടി ബൈ എൻ. ശരിയാണല്ലോ, സെറ്റല്ലേ. എന്താണ് വലിയ ടി എന്ന് പറഞ്ഞാൽ എന്താണ്, വലിയ ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. വലിയ ടി എന്താണ്, പീരീഡാണ്. കുഞ്ഞുട്ടി എന്ന് പറഞ്ഞാൽ, ചെറിയ ടി പറഞ്ഞാൽ എന്താണ്, ചെറിയ ടി എന്ന് പറഞ്ഞാൽ എന്താണ്, സമയമാണ്. എൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓസിലേഷനാണ്. സെറ്റല്ലേടാ, പവറല്ലേടാ. അങ്ങനെയാണെങ്കിൽ അടുത്ത ഇക്വേഷൻ എന്താണ്, അടുത്ത ഇക്വേഷൻ നമുക്ക് നോക്കാം. അടുത്ത ഇക്വേഷൻ നമുക്ക് എന്ത് കാണാനാണ്, ഫ്രീക്വൻസി കാണാനാണ്. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ എഫ് ഈസ് ഈക്വൽ ടു എൻ ബൈ കുഞ്ഞുട്ടി. പഠിച്ചല്ലോ, എൻ ബൈ കുഞ്ഞുട്ടി. ഒന്ന് നേരെ ഓപ്പോസിറ്റ്, ഇവിടെ ടി ബൈ എൻ ആണെങ്കിൽ ഇവിടെ എൻ ബൈ ടി, നേരെ ഓപ്പോസിറ്റ് ആണ്. എഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാടാ, എഫ് എന്ന് പറഞ്ഞാൽ ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി. ചെറിയ ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സമയം, ടൈം. രണ്ട് ഇക്വേഷൻസ് പഠിച്ചല്ലോടാ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് കൂടി നമുക്ക് പഠിക്കാണ്ട്. ഒന്നാമത്തതാണ് പീരീഡ്. ഇതാണ് റിലേഷൻ, അതായത് പീരീഡും തമ്മിലുള്ള റിലേഷൻ, പീരീഡും ആവൃത്തിയും പീരീഡും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ. ടി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ടി ഈസ് ഈക്വൽ ടു 1/f. ഇവിടെ ടി എന്ന് പറയുന്നത് പീരീഡാണ്, നമുക്ക് എല്ലാവർക്കും അറിയപ്പോലെ പീരീഡാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിലും തന്നെയാണോ, പീരീഡാണ്. ഇവിടെ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് എന്ന് പറഞ്ഞാൽ ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി. ഓക്കെ, സോ ടി കാണാൻ നമുക്ക് എത്ര ഇക്വേഷൻ, ടി ഒന്നാമത്തെ ഇക്വേഷൻ അവിടെ ടി കാണാൻ, രണ്ടാമത്തെ ഇക്വേഷൻ അവിടെ ടി കാണാൻ, രണ്ടാമത്തെ ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് ടി മാത്രം കണ്ടാൽ മതിയോ, ഇല്ല, നമുക്ക് ആരും കൂടി വേണം, ഫ്രീക്വൻസി കൂടി വേണം. ഫ്രീക്വൻസി കാണാൻ ഇക്വേഷൻ വേണം. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 1/f ആണെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കടാ, ആസ് യൂഷ്വൽ 1/t. എഫ് ഈസ് ഈക്വൽ ടു 1/t. ടി എന്താണ് അറിയാലോ, പീരീഡാണ്. എഫ് എന്താണ്, ആവൃത്തിയാണ് അല്ലെങ്കിൽ എന്താണ്, ഫ്രീക്വൻസിയാണ്.
സോ നമുക്ക് എന്തൊക്കെ കിട്ടി, എത്ര ഇക്വേഷൻ കിട്ടിയടാ? എഫ് കാണാൻ നമുക്ക് എത്ര ഇക്വേഷൻ കിട്ടി? 2 ഇക്വേഷൻ കിട്ടി. 1 അതേപോലെ തന്നെ 2 ഇക്വേഷൻ കിട്ടിയില്ലടാ. സെറ്റിലടാ. ഒന്നാമത്തെ ഇക്വേഷൻ, ഒന്നാമത്തെ ടൈം പീരീഡ് കാണാൻ ഇക്വേഷൻ എന്താ? ടി ഈസ് ഈക്വൽ ടു കുഞ്ഞു ടി ബൈ എൻ, ചെറിയ ടി ബൈ എൻ. അതിൽ ടി എന്താണ്? സമയം. ചെറിയ ടി എന്താണ്? സമയം. എൻ എന്ന് പറഞ്ഞാൽ ഓസിലേഷൻ ആണ്. അതാണ് ടി കാണാൻ ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ ടി കാണാൻ 1/f ആണ്. ടി ഈസ് ഈക്വൽ ടു 1/f, 1/f. എഫ് പറഞ്ഞാൽ എന്താണ്? ആവർത്തിയാണ്, ഫ്രീക്വൻസിയാണ്. അതേപോലെ തന്നെ ആവർത്തി കാണാൻ ഒന്നാമത്തെ ഇക്വേഷൻ എന്താണ്? എഫ് ഈസ് ഈക്വൽ ടു, ഫ്രീക്വൻസി കാണാൻ ഇക്വേഷൻ എന്താണ്? എഫ് ഈസ് ഈക്വൽ ടു n/t. എൻ എന്താണ്? നമ്പർ ഓഫ് ഓസിലേഷൻ, ദോലനങ്ങളുടെ എണ്ണം. അതേപോലെ തന്നെ ടി എന്താണ്? സമയം. ഓക്കെ, ഇനി എഫ് കാണാൻ മറ്റൊരു ഇക്വേഷൻ ആണ് എഫ് ഈസിക്കൽ ടു 1/t. ടി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ പീരിയഡ് ആണ്. സെറ്റിലടാ. ഇത്ര കാര്യങ്ങൾ മനസ്സിലായോടാ. ഇത് വെച്ചിട്ട് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്യാണ്ട് ലാസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇക്വേഷൻസ് എന്തായാലും പഠിച്ചു വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക. നോട്ടിൽ ഒരു ബോക്സിലൊക്കെ ആക്കി 4 ഇക്വേഷൻസ് എന്ത് ചെയ്യുക? എഴുതി വെക്കുക. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കാണ് നാച്ചുറൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ സ്വാഭാവിക ആവൃത്തി. എന്താണ് നാച്ചുറൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ എന്താണ് സ്വാഭാവിക ആവൃത്തി? എന്താ നമുക്ക് പെട്ടെന്ന് നോക്കാം. ഞാൻ പറഞ്ഞുതരാം. ഫ്രീക്വൻസി എന്താണ് നമ്മൾ പഠിച്ചു അല്ലേ? എന്താണ് ഫ്രീക്വൻസി? ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ഓസിലേഷൻ്റെ എണ്ണം അല്ലേ? അതാണെന്ത്? ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണമാണെന്ത്? ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു. ഓക്കെ, എന്തായിരിക്കും അപ്പം നാച്ചുറൽ ഫ്രീക്വൻസി? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നാച്ചുറൽ ആയിട്ടുള്ള സ്വാഭാവിക ആവൃത്തി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മലയാളം മീഡിയം ആണെങ്കിൽ സ്വാഭാവിക ആവൃത്തി, ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഒന്നുമില്ല. ഞാനിപ്പോൾ ഇവിടുന്ന് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കൊരു ഫ്രീക്വൻസി ഉണ്ടാവില്ലേ? ഞാൻ ഇവിടുന്ന് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് സ്വന്തമായിട്ടൊരു ഫ്രീക്വൻസി ഉണ്ടാവില്ലേ? എൻ്റെ കൈ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ കൈയിനായിട്ടൊരു ഫ്രീക്വൻസി ഉണ്ടാവില്ലേ? അങ്ങനെ എല്ലാ വസ്തുക്കൾക്കും, ഭൂമിയിലെ എല്ലാ വസ്തുക്കൾക്കും അതിനൊരു ഇന്നേറ്റ് ഫ്രീക്വൻസി ഉണ്ടാവും. അതിൻ്റെ ഒരു തനതായ ഫ്രീക്വൻസി ഉണ്ടാവും. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇന്നേറ്റ് ഫ്രീക്വൻസി ഉണ്ടാവും. ആ ഫ്രീക്വൻസിനെ പറയുന്ന പേരാണ് എന്താ? ആ ഫ്രീക്വൻസിനെ പറയുന്ന പേരാണെന്ത്? നാച്ചുറൽ ഫ്രീക്വൻസി. ഓക്കെ, എല്ലാ ഒബ്ജക്റ്റിനും എന്തുണ്ടാവും? ഒരു ഇന്നേറ്റ് ഫ്രീക്വൻസി ഉണ്ടാവും. മലയാളത്തിൽ പറയുന്നത് അതിൻ്റെ ഒരു തനതായ ഒരു ഫ്രീക്വൻസി ഉണ്ടാവും. അതിൻ്റെ തനതായ ആവൃത്തി ഉണ്ടാവും. ആ ആവൃത്തിനെ പറയുന്ന പേരാണെന്ത്? നാച്ചുറൽ ഫ്രീക്വൻസി, സ്വാഭാവിക ആവൃത്തി. ഇപ്പോൾ ഈ പെണ്ണ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പെണ്ണ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിനെന്തുണ്ടാവും? ഒരു സ്വാഭാവിക ആവൃത്തി ഉണ്ടാവും. അതായത് അത് അതിൻ്റേതായ ഒരു ആവൃത്തിയിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അതിനായിട്ടൊരു എന്തുണ്ടാവും? ഒരു ആവൃത്തി ഉണ്ടാവും. അതിൻ്റേതായ എന്തുണ്ടാവും? ഫ്രീക്വൻസി ഉണ്ടാവും. അതിനെ പറയുന്ന പേരാണ്. അതിൻ്റേതായ ഒരു ഇന്നേറ്റ് ഫ്രീക്വൻസി ഉണ്ടാവും. അതിനെ പറയുന്ന പേരാണ് എന്താ? നാച്ചുറൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേടാ. ഏതൊരു വസ്തുവിൽ, ഭൂമിയിലെ ഏതൊരു വസ്തു എടുത്താലും അതിൻ്റേതായ ആവൃത്തി ഉണ്ടാവും. അതാണെന്ത്? നാച്ചുറൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ എന്ത് പറയാം? സ്വാഭാവിക ആവൃത്തി. ഇത്രേ ഉള്ളൂ. അപ്പം ഇനിയിപ്പോൾ ഏതൊരു മൊബൈൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അത് അതിൻ്റെ ഒരു ഫ്രീക്വൻസിയിലാണ്, അതിൻ്റെ ഒരു ആവൃത്തിയിലാണ് വൈബ്രേറ്റ് ചെയ്യേണ്ടത്. അതാണ് ആ മൊബൈലിൻ്റെ സ്വാഭാവിക ആവൃത്തി, ആ മൊബൈലിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ? സെറ്റല്ലേടാ? അങ്ങനെയാണെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് ഒരു ഡെഫിനിഷൻ വേണ്ടേ? നമ്മൾ പഠിക്കുമ്പോൾ എക്സാമിന് ചെയ്ത് നമുക്ക് എന്ത് വേണം? ഒരു ഡെഫിനിഷൻ നിർബന്ധമാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസിൻ്റെ ഡെഫിനിഷൻ നോക്കി. വെൻ ആൻ ഒബ്ജക്റ്റ് വൈബ്രേറ്റ്സ് ഫ്രീലി, അതായത് സ്വതന്ത്രമായിട്ട് ചലിക്കുകയാണ്, ഒരു ഫ്രീ ആയിട്ട് ചലിക്കുകയാണ്. ഞാൻ ഇവിടുന്ന് ഫ്രീ ആയിട്ടാണ് ചലിക്കുന്നത്. ഈ പെണ്ണ് ഇവിടുന്ന് ഫ്രീ ആയിട്ടാണ് തൂക്കിയിട്ട് ഇവിടുന്ന് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ടാണ് ചലിക്കുന്നത്. മൊബൈൽ വെല്ലടിക്കുമ്പോൾ അത് ഫ്രീ ആയിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ആരും പോയി വൈബ്രേറ്റ് ചെയ്യിപ്പിക്കണില്ല. അതെന്ത് ചെയ്യണം? ഫ്രീ ആയിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വസ്തുവിനെ ഫ്രീ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ അതെന്ത് ചെയ്യും? അതിൻ്റേതായ ഒരു ഫ്രീക്വൻസിയിൽ, അതൊരു ഇന്നേറ്റ് ഫ്രീക്വൻസിയിൽ എന്ത് ചെയ്യും? ഇന്നേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു തനതായ ഫ്രീക്വൻസിയിൽ എന്ത് ചെയ്യും? അതിൻ്റെ തനതായ ആവൃത്തിയിൽ എന്ത് ചെയ്യും? അത് വൈബ്രേറ്റ് ചെയ്യും. ആ ഫ്രീക്വൻസിനെ, ആ ഒരു ആവൃത്തിനെ പറയുന്ന പേരാണ് എന്താ? നാച്ചുറൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ സ്വാഭാവിക ആവൃത്തി. ഡെഫിനിഷൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. നോട്ടുകൾ നിങ്ങൾക്ക് സെറ്റാക്കി തരും. നിങ്ങളുടെ ചാനലിലും അതേപോലെ തന്നെ ടെലിഗ്രാം ചാനലിലും വാട്സപ്പ് ചാനലിലും നമ്മൾ എന്ത് ചെയ്യും? ഈ നോട്ടും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യും. ഓക്കെ, സോ ഇതാണെന്ത്? നാച്ചുറൽ ഫ്രീക്വൻസി. മനസ്സിലായല്ലടാ? ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. സ്റ്റാർ ഇട്ടരാം, എക്സാമിന് ചോദിക്കും, എന്തായാലും ചോദിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നാച്ചുറൽ ഫ്രീക്വൻസിനെ സ്വാഭാവിക ആവൃത്തിയെ ബാധിക്കുന്ന ഘടകങ്ങൾ, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണെന്ന് ചോദിക്കും. ഒന്നാമത്തതാണ് വസ്തുവിൻ്റെ നീളം. എന്താണ് വസ്തുവിൻ്റെ നീളം? വസ്തുവിൻ്റെ നീളം നമ്മൾ നേരത്തെ പഠിച്ചു, ഒരു പോയിന്റ് പഠിച്ചു. വസ്തുവിൻ്റെ നീളം കൂടുമ്പോൾ ആര് കുറയും? വസ്തുവിൻ്റെ നീളം കുറയുമ്പോൾ നമ്മളിവിടെ പഠിച്ചു, ഞാൻ കാണിച്ചു തരാം. വസ്തുവിൻ്റെ നീളം കുറയുമ്പോൾ വസ്തുവിൻ്റെ നീളം കൂടുമ്പോൾ ആര് കുറയും? ഫ്രീക്വൻസി കുറയും. സ്വാഭാവികമായിട്ടും വസ്തുവിൻ്റെ നീളം ഇവിടെ എന്തിനെ ബാധിക്കും? സ്വാഭാവിക ആവൃത്തിയെ ബാധിക്കും. പിന്നെ വസ്തുവിൻ്റെ വലിപ്പം, സ്വാഭാവികമായിട്ട് നമുക്ക് അറിയുന്നത് തന്നെ, വസ്തുവിൻ്റെ വലിപ്പം മാറിയാലും എന്ത് ചെയ്യും? സ്വാഭാവിക ആവൃത്തിയെ ബാധിക്കും. പിന്നെ ഇലാസ്റ്റികത. എന്താണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ? നമ്മൾ റബ്ബർ ബാൻഡ് വലിച്ചു നീട്ടാതെ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ അതേ ആവൃത്തി ആയിരിക്കും, അതേ ഫ്രീക്വൻസി ആയിരിക്കും. അത് വലിച്ചിട്ട് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ
അല്ല, വ്യത്യസ്തമായിരിക്കും അല്ലേ. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് ഇലാസ്തികത, ഇലാസ്റ്റിസിറ്റി. നാലാമത്തത് നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. പല മെറ്റീരിയലും പല വസ്തുക്കളും പല മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും. സോ മെറ്റീരിയൽ, ഒരു വസ്തുവിൻ്റെ മെറ്റീരിയൽ എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? നാച്ചുറൽ ഫ്രീക്വൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, സ്വാഭാവിക ആവർത്തിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ 4 പോയിന്റ് ഇപ്പം തന്നെ പഠിച്ചു പോയിക്കോളി മക്കളെ. ഒന്നാമത്തത് വസ്തുവിൻ്റെ നീളം, രണ്ടാമത്തത് വസ്തുവിൻ്റെ വലിപ്പം, മൂന്നാമത്തെ ഇലാസ്റ്റിസിറ്റി, നാലാമത്തത് നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ, പദാർത്ഥത്തിൻ്റെ സ്വഭാവം. സെറ്റല്ലടാ. നാച്ചുറൽ ഫ്രീക്വൻസി എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ നാച്ചുറൽ ഫ്രീക്വൻസി കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അത് മാറാൻ കാരണമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ടോപ്പിക്കാണ് പ്രണോദിത കമ്പനം, ഫോഴ്സ്ഡ് വൈബ്രേഷൻ. എന്താണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്താണെന്ന് നമുക്ക് നോക്കിയൊക്കെ. സിമ്പിൾ സാധനം. ഞാൻ ഇവിടെ എന്തെടുത്തിട്ടുണ്ട്, ഒരു മേശ എടുത്തിട്ടുണ്ട് അല്ലേ, ഒരു മേശ എടുത്തിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യണം, ഈ മേശമ്മ കൊണ്ടുപോയിട്ട് മിക്സി വെക്കണം. ഇതൊക്കെയാണ് മിക്സി വെക്കണം. മിക്സി പോയിട്ട് ഞാൻ പറഞ്ഞാണ്ട് എന്ത് ചെയ്യണം, മിക്സി ഓൺ ആക്കിയിട്ട് ഞാൻ ഇവിടെ പൈനാപ്പിൾ ജ്യൂസും ആപ്പിളും ഒക്കെ ഉണ്ട്, ആപ്പിളും പൈനാപ്പിൾ ജ്യൂസൊക്കെ അടിക്കുമ്പോൾ എന്ത് ചെയ്യും, മിക്സി ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യൂലേ, മിക്സി ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യില്ലേ, മിക്സി ഇങ്ങനെ ഒരു വൈബ്രേഷൻ ഉണ്ടാവില്ലേ. ആ വൈബ്രേഷൻ കാരണം ആരും വൈബ്രേറ്റ് ചെയ്യും, ടേബിളും ചെയ്യും, ടേബിളും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. ആര് കാരണം ടേബിൾ വൈബ്രേറ്റ് ചെയ്യണത്? മിക്സി കാരണമാണ് ആര് വൈബ്രേറ്റ് ചെയ്യുന്നത്? ടേബിൾ വൈബ്രേറ്റ് ചെയ്യുന്നത്. സോ മിക്സി വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ആരും വൈബ്രേറ്റ് ചെയ്യും, മിക്സി വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ആരും വൈബ്രേറ്റ് ചെയ്യും, ടേബിളും വൈബ്രേറ്റ് ചെയ്യും. ഒരാൾ കാരണം മറ്റൊരാൾ വൈബ്രേറ്റ് ചെയ്യണില്ലേ. ഒരാളെ വൈബ്രേഷൻ കാരണം, ഒരാളെ കമ്പനം കാരണം വേറൊരാൾ കമ്പനം ചെയ്യപ്പെടുന്നില്ലേ. അതിനെ പറയുന്ന പേരാണ് എന്താടാ? ഫോഴ്സ്ഡ് വൈബ്രേഷൻ, പ്രണോദിത കമ്പനം. എത്ര സിമ്പിൾ ടോപ്പിക്കാടാ. ഒന്നാമത്തെ നമ്മളെന്താണ്, വീട്ടിൽ മിക്സിയൊക്കെ ഉണ്ടാകുമ്പോൾ മിക്സിയുടെ ടേബിളിൻ്റെ മേലേക്ക് വെച്ച് മിക്സി ഓൺ ചെയ്ത് അറിയിക്കുമ്പോൾ മിക്സി എന്ത് ചെയ്യും? കമ്പനം ചെയ്യും. മിക്സി എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. അത് കാരണം ആ ടേബിൾ എന്ത് ചെയ്യും? ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും, കമ്പനം ചെയ്യും. അപ്പോൾ ഒരാൾ കാരണം വേറൊരാൾ എന്ത് ചെയ്തു? വൈബ്രേറ്റ് ചെയ്യപ്പെട്ടു. ഇതിനെ പറയുന്ന പേരാണ് എന്താടാ? പ്രണോദിത കമ്പനം, ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയും. സെറ്റല്ലടാ. അപ്പോൾ നമ്മൾ എക്സാമിന് എഴുതുമ്പോൾ എന്ത് വേണം? ഒരു ഡെഫിനിഷൻ ആണ് അല്ലേ, ഒരു നിർവചനമാണല്ലേ. ദ ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഈസ് ദ വൈബ്രേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിൻ്റെ വൈബ്രേഷൻ ആണ്, ഇൻഡ്യൂസ്ഡ് ബൈ എൻ എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റ്. ഓക്കെ, എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റ് കാരണം ഉണ്ടാകുന്ന ഒരു ഒബ്ജക്റ്റിന് വൈബ്രേഷൻ ലഭിക്കുന്നതാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഇവിടെ എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റ് നമ്മൾ ഉദാഹരണത്തിൽ ആരാണ്? മിക്സിയാണ് അല്ലേ. മിക്സിയാണ് നമ്മളെ ഇവിടെ ഉദാഹരണം. ആരാണ് വൈബ്രേറ്റ് ചെയ്യപ്പെട്ട ഒബ്ജക്റ്റ്? ആരാണ്? ടേബിളാണ് അല്ലേ. വൈബ്രേറ്റ് ചെയ്യപ്പെട്ട ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ടേബിളാണ്. സോ മിക്സി എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റ് കാരണം ആര് വൈബ്രേഷൻ ചെയ്യപ്പെട്ടു? ടേബിൾ വൈബ്രേഷൻ ചെയ്യപ്പെട്ടു. ഇതാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ, അല്ലെങ്കിൽ നമ്മൾ മലയാളം പറയുകയാണെങ്കിൽ എന്താണ്? പ്രണോദിത കമ്പനം. ക്ലിയർ അല്ലേടാ? സെറ്റ് അല്ലേടാ? ഓക്കെ, ഇവിടെ നോക്കി. കമ്പനം ചെയ്യുന്ന വസ്തുവിൻ്റെ പ്രേരണം, ഇവിടെ ചെറിയ പ്രേരണം മൂലം കേട്ടോ. കമ്പനം ചെയ്യപ്പെടുന്ന വസ്തുവിൻ്റെ പ്രേരണം മൂലം മറ്റൊരു വസ്തു കമ്പനം ചെയ്യുന്നതാണ് പ്രണോദിത കമ്പനം. ഒരു വസ്തുവിൻ്റെ കമ്പനം മൂലം മറ്റൊരു വസ്തു കമ്പനം ചെയ്യുക. മിക്സിൻ്റെ കമ്പനം മൂലം ടേബിൾ കമ്പനം ചെയ്യുക. ഇതാണെന്ത്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ അല്ലെങ്കിൽ പ്രണോദിത കമ്പനം. മനസ്സിലായടാ? ക്ലിയർ അല്ലേടാ? ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ടോപ്പിക്കും കൂടി, ഇതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. സെറ്റില്ലടാ? ലാസ്റ്റ് ടോപ്പിക്ക് റെസണൻസ് ആണ്. എന്താണ് റെസണൻസ് എന്നുള്ളത് ഞാൻ സിമ്പിളാക്കി പറഞ്ഞുതരാം. ഈ ഒരു വീഡിയോ നോക്കി. വീഡിയോ നോക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ 2 റെഡ് സാധനങ്ങളുണ്ട് അല്ലേ, റെഡ് ഒബ്ജക്റ്റുകളുണ്ട്. ഒരു കമ്പിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ബന്ധിച്ചിട്ടുണ്ട് അല്ലേ, ഒരു കമ്പിയിൽ ബന്ധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ യെല്ലോയിലെ 2 ഒബ്ജക്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഗ്രീനിലും 2 ഒബ്ജക്റ്റ് ഉണ്ട്. കാണുന്നില്ല, ഞാൻ റെഡ് കൊണ്ടാക്കി തരാം. ഓക്കെ, ഏതൊക്കെയാണ് ഇവിടെ ഉള്ളത്? ഗ്രീനിൽ 2 ഉണ്ട്, അതേപോലെ തന്നെ യെല്ലോയിൽ 2 ഉണ്ട്, അതേപോലെ തന്നെ റെഡിലും 2 ഉണ്ട് അല്ലേ. ഈ യെല്ലോയിലുള്ളത് സെയിം ഹൈറ്റ് ആണ് അല്ലേ, റെഡിലുള്ളതും 2 സെയിം ഹൈറ്റ് ആണ്, ഗ്രീനിലുള്ളതും സെയിം ഹൈറ്റ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ റെഡ് ഉണ്ടല്ലോ, ഈ സൈഡിലുള്ള റെഡ് ഉണ്ടല്ലോ, ഈ സൈഡിലുള്ള റെഡ്, ഈ റെഡിനെ ഞാൻ പിടിച്ചൊന്ന് കമ്പനം ചെയ്യിച്ചു, ഒന്ന് വൈബ്രേറ്റ് ചെയ്യിച്ചു. സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള എല്ലാവരും വൈബ്രേറ്റ് ചെയ്യൂലേ. നമ്മൾ പഠിച്ചു പ്രണോദിത കമ്പനം. ഒരാളെ കമ്പനം മൂലം ബാക്കിയുള്ളവരും എന്ത് ചെയ്യും? കമ്പനം ചെയ്യപ്പെടും. സോ ബാക്കിയുള്ളവരും എന്ത് ചെയ്യും? എല്ലാവരും കമ്പനം ചെയ്യപ്പെടും. പക്ഷേ ഇതിലൊരാൾ ഓൻ്റെ കൂടെ നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യും, നന്നായിട്ട് കമ്പനം ചെയ്യും. ആരായിരിക്കും? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരാണ്. അവൻ്റെ അതേ നീളത്തിലെ റെഡ് എന്ത് ചെയ്യും? അതേ ആയതിൽ, അതേ ആംപ്ലിറ്റ്യൂഡിൽ, അതേ ഒരു രീതി, അതേ വൈബിൽ എന്ത് ചെയ്യും? ഓൻ്റെ കൂടെ കമ്പനം ചെയ്യും. ഇതാണെന്ത്? അനുനാദം. അതായത് നമ്മൾ കമ്പനം ചെയ്യിച്ച വസ്തുവും കമ്പനം ചെയ്യപ്പെടുന്ന വസ്തുവിൻ്റെയും സ്വാഭാവിക ആവർത്തി സെയിം ആകുമ്പോൾ ഏതാണ് നമ്മൾ കമ്പനം ചെയ്യിച്ച വസ്തു ഏതാണ്? കമ്പനം ചെയ്യിച്ച വസ്തു ഏതാണ്? ഈ റെഡാണ്. ഇതാണ് നമ്മൾ കമ്പനം ചെയ്യിച്ച വസ്തു. കമ്പനം ചെയ്യിച്ച വസ്തുവും കമ്പനം ചെയ്യപ്പെടുന്ന വസ്തു അത് ഇതാണ്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ കമ്പനം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു 2 വസ്തുവിൻ്റെ ഈ റെഡ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ
അതേ ആംപ്ലിറ്റ്യൂഡിൽ ആര് വൈബ്രേറ്റ് ചെയ്യും, അതേ ആംപ്ലിറ്റ്യൂഡിൽ അതേ ആയതിൽ ആര് വൈബ്രേറ്റ് ചെയ്യും, ഇതേ റെഡ് വൈബ്രേറ്റ് ചെയ്യും. കാരണം എന്താ, രണ്ടിൻ്റെയും സ്വാഭാവിക ആവൃത്തി സെയിം ആയി. ഓക്കെ, ഒരേ നീളമാണ്, രണ്ടിൻ്റെയും സ്വാഭാവിക ആവൃത്തി സെയിം ആണ്. സോ സ്വാഭാവിക ആവൃത്തി സെയിം ആകുമ്പോൾ അത് മാക്സിമം ആയതിൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ എന്ത് ചെയ്യും, ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ, എന്താണ് ഒന്നുകൂടി ജസ്റ്റ് ഒന്നുകൂടി ഫസ്റ്റ് ഇങ്ങനെ ഒന്നുകൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വന്നാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം എന്താ ഇപ്പോൾ പറഞ്ഞതെന്നൊന്ന്. ചിലർക്ക് ഇങ്ങനെ ഓടാത്തുണ്ടാവും, ഒരു ചെറിയൊരു ടോപ്പിക്കാണ്, എന്നാൽ സിമ്പിൾ ടോപ്പിക്കാണ്. ഒന്നുകൂടി നോക്കാം കേട്ടോ. ഞാൻ എന്ത് ചെയ്തു ഓക്കെ കേട്ടോ, ഞാൻ റെഡിനെ കുറിച്ച് വൈബ്രേറ്റ് ചെയ്യിച്ചു. ഇവിടെ ഉണ്ടാവുന്ന റെഡിനെ കുറിച്ച് ഞാൻ എന്ത് ചെയ്തു, വൈബ്രേറ്റ് ചെയ്യിച്ചു. ഓക്കെ, ഇവിടെ ഉണ്ടാവുന്ന റെഡിനെ ഞാൻ വൈബ്രേറ്റ് ചെയ്യിച്ചു. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഈ ബാക്കിലെ 5 ആൾക്കാരും എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യും. സാധാരണ നമ്മൾ പഠിച്ചു പ്രണോദിത കമ്പനം, ഫോഴ്സ്ഡ് വൈബ്രേഷൻ നമ്മൾ പഠിച്ചു. സോ ആ ഫോഴ്സ്ഡ് വൈബ്രേഷൻ കാരണം ആര് വൈബ്രേറ്റ് ചെയ്തു, ഇയാളും എല്ലാവരും വൈബ്രേറ്റ് ചെയ്തു. സോ അത് പക്ഷേ ഈ ഒരു റെഡ് ആൾ എന്ത് ചെയ്തു, ഇവൻ്റെ അതേ സ്പീഡിൽ അതേ ആംപ്ലിറ്റ്യൂഡിൽ അതേ ആയതിൽ എന്ത് ചെയ്തു, ഇവൻ്റെ കൂടെ കമ്പനം ചെയ്തു. കാരണം എന്താ, ഇവൻ്റെ സ്വാഭാവിക ആവർത്തിയും നമ്മൾ പഠിച്ച സ്വാഭാവിക ആവർത്തി, ഇവനൊരു ഓൻ്റേതായിട്ടുള്ള ഒരു ആവർത്തി ഉണ്ടാവും, അതാണ് എന്ത് സ്വാഭാവിക ആവർത്തി. അതേപോലെ ഇവൻ്റേതായിട്ടുള്ള ആവർത്തി ഉണ്ടാവും, അതാണ് സ്വാഭാവിക ആവർത്തി. അപ്പോൾ ഒരേ നീളമായതുകൊണ്ട് ഇവർ രണ്ടാൾക്കും ഒരേ സ്വാഭാവിക ആവർത്തി ആയിരിക്കും. ഒരേ സ്വാഭാവിക ആവർത്തി ആകുമ്പോൾ ഇവർ രണ്ടാളും എന്ത് ചെയ്യും, മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ പരമാവധി ആയതിൽ എന്ത് ചെയ്യും, ഇവർ തമ്മിൽ കമ്പനം ചെയ്യും. ഇതാണ് അനുനാദം, റെസൊണൻസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളവർ കമ്പനം ചെയ്യുന്നുണ്ടോ, കമ്പനം ചെയ്യുന്നുണ്ട്. കാരണം ആരാ, പ്രണോദിത കമ്പനം, ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഒരാൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ മറ്റേ ആൾക്കാരും ഓൻ്റെ വൈബ്രേഷൻ കാരണം, ഓൻ്റെ കമ്പനം കാരണം ബാക്കിയുള്ളവരും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ള ആൾക്കാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആയത് ആർക്കായിരിക്കും കൂടുതൽ, ഒരേ സ്വാഭാവിക ആവർത്തിയിലായിരിക്കും. അതായത് കമ്പനം ചെയ്യിച്ച വസ്തുവാണ് ഈ റെഡ്. ഓക്കെ, നമ്മൾ കമ്പനം ചെയ്യിച്ച വസ്തു ഏതാണ്, കമ്പനം ചെയ്യിച്ച വസ്തു ഇതാണ്. ഇത് കാരണം ആര് വൈബ്രേറ്റ് ചെയ്തു, ഇയാളും വൈബ്രേറ്റ് ചെയ്തു. ഇയാളെ രണ്ടാളെയും സ്വാഭാവിക ആവർത്തി നാച്ചുറൽ ഫ്രീക്വൻസി സെയിം ആയതുകൊണ്ട് ഇവർ രണ്ടുപേരും എന്ത് ചെയ്യും, മാക്സിമം ആംപ്ലിറ്റ്യൂഡിൻ്റെ സിമ്പിൾ എന്ത് ചെയ്യും, സ്മോൾ ലെറ്റർ ചെയ്യും. മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ മാക്സിമം ആയതിയിൽ പരമാവധി ആയതിയിൽ എന്ത് ചെയ്യും, കമ്പനം ചെയ്യും. ഇതാണ് അനുനാദം അല്ലെങ്കിൽ റെസൊണൻസ്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ റെസൊണൻസ് എന്ന് പറയും. ഇനി ഇവിടെ നോക്കിട്ടോ, അതേപോലെ തന്നെ ഞാൻ ഈ യെല്ലോനെ പിടിച്ച് ഒക്കെ ചലിക്കാതെ നിശ്ചലാവസ്ഥയിൽ വെച്ചു, മോഷനില്ലാതെ വെച്ചു. ഇനി അതേപോലെ എന്ത് ചെയ്യാണ്, ഇവൻ്റെ പകരം ആരെ ചലിപ്പിക്കുകയാണ്, ഇതാ ഞാൻ വീഡിയോ ഇട്ടൊന്ന് ഒന്നും കൂടി ഇട്ടുതരാം, അപ്പോൾ ഒന്നും കൂടി സെറ്റ് ആവും നിങ്ങൾക്ക്. ഇതാ ഞാൻ ഇയാളെ ചലിപ്പിച്ചു. ആരെ ചലിപ്പിച്ചു, ഈ യെല്ലോനെ ചലിപ്പിച്ചു. ഓക്കെ, ഇതാ യെല്ലോനെ ഞാൻ ചലിപ്പിച്ചു. യെല്ലോണ്ട് തന്നെ ആയിക്കോട്ടെ. യെല്ലോനെ ഞാൻ ചലിപ്പിച്ചു. യെല്ലോനെ ചലിപ്പിക്കും, സ്വാഭാവികമായിട്ടും ഇവനും ചലിക്കും. പക്ഷേ അവൻ്റെ അതേ സ്പീഡിൽ, അവൻ്റെ അതേ ആയതിൽ, അവൻ്റെ അതേ വൈബിൽ ആരാ വൈബ്രേറ്റ് ചെയ്യുക, അതേ വൈബിൽ അതേ ആയതിൽ അതേ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം പരമാവധി ആംപ്ലിറ്റ്യൂഡിൽ ആരാണ് വൈബ്രേറ്റ് ചെയ്യുക, ഈ ഒരു യെല്ലോ ആണ് വൈബ്രേറ്റ് ചെയ്യുക. കാരണം അവൻ്റെ സ്വാഭാവിക ആവർത്തിയും ഈ യെല്ലോൻ്റെ സ്വാഭാവിക ആവർത്തിയും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഒരേ ഹൈറ്റാണ്, ഒരേ നീളമാണ്, ഒരേ ലെങ്ത്താണ്. അല്ലേടാ, സെറ്റ് അല്ലേടാ, പവർ അല്ലേടാ. ഇനി സ്വാഭാവികമായിട്ടും ഇത് ഗ്രീൻ്റെ കേസിൽ എടുക്കുമ്പോൾ ആരായിരിക്കും മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വൈബ്രേറ്റ് ചെയ്യുക, ഗ്രീൻ തന്നെയായിരിക്കും. സെയിം അല്ലേ. ഞാൻ വീഡിയോ അപ്ലൈ ചെയ്തുതരാം. പക്ഷെ അതിന് മുമ്പ് ഒന്നും കൂടി പറയാനുള്ളത്, എപ്പോഴാണ് പരമാവധി ആയതി ഉണ്ടാവുക, എപ്പോഴാണ് ഒരു വസ്തുവിന് പരമാവധി ആയതി ഉണ്ടാവുക, എപ്പോഴാണ് ഒരു വസ്തുവിന് പരമാവധി മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, ആ വസ്തു റെസൊണൻസിൽ ഉണ്ടാവുമ്പോഴാണ്. ഈ വസ്തു ഈ റെഡ് റെസൊണൻസിലായപ്പോഴാണ് ഈ റെഡിന് എന്ത് ചെയ്യുന്നത്, പരമാവധി ആയതി ഉണ്ടായത്, പരമാവധി ആംപ്ലിറ്റ്യൂഡ് ഉണ്ടായത്. സെറ്റല്ലേടാ, പവർ അല്ലേടാ, എല്ലാവർക്കും മനസ്സിലായില്ലേടാ, എന്താണ് അനുനാദം എന്ന് മനസ്സിലായില്ലേടാ. ഈ വീഡിയോ നിങ്ങൾ കണ്ടോക്കി, അപ്പോൾ നിങ്ങൾക്ക് സെറ്റായിട്ട് പവറായിട്ട് മനസ്സിലാകാൻ പറ്റും. നോക്കിക്കോളിട്ടോ, ഞാൻ വീഡിയോ പ്ലേ ചെയ്യാണ്. ആദ്യം അയാൾ റെഡിനെ വൈബ്രേറ്റ് ചെയ്യിച്ചു. കണ്ടോ, സ്വാഭാവികമായിട്ട് ബാക്കിയുള്ളവർ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ റെഡ് കണ്ടോ, റെഡ് ഒന്നുകൂടി 2 റെഡും സ്പീഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. റെഡിനെ നിശ്ചലാവസ്ഥയിൽ നിർത്തിയിട്ട് എന്ത് ചെയ്തു, ആൾ യെല്ലോ വൈബ്രേറ്റ് ചെയ്തു. പക്ഷേ ബാക്കിയുള്ളതും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ആര്, ഫോഴ്സ്ഡ് വൈബ്രേഷൻ കാരണം, പ്രണോദിത കമ്പനം കാരണം. പക്ഷേ യെല്ലോസ് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല സ്പീഡിൽ നല്ല ആയതിൽ എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഗ്രീനെ മൂവ് ചെയ്തപ്പോൾ 2 ഗ്രീനും നല്ല ആയതിൽ നല്ല മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ളതും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം യെസ് ആണ്. കാരണം എന്താണ്, ഒരാളെ കമ്പനം കാരണം ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നത് അതേ ആളായിരിക്കും. ഗ്രീനെ വൈബ്രേറ്റ് ചെയ്തപ്പോൾ ഗ്രീൻ തന്നെയാണ് വൈബ്രേറ്റ് ചെയ്തത്. കാരണം രണ്ടിനെയും സ്വാഭാവിക ആവൃത്തി സെയിം ആയി. രണ്ടിൻ്റെ സ്വാഭാവിക ആവൃത്തി സെയിം ആകുമ്പോഴാണ് ആ വസ്തു അനുനാദത്തിലാണെന്ന് പറയാം, റെസൊണൻസിലാണെന്ന് പറയാം. റെസൊണൻസിലായിരിക്കുമ്പോഴാണ് ആ വസ്തുവിന് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവുക, പരമാവധി ആയതി ഉണ്ടാവുക. പരമാവധി ആയതിൽ വൈബ്രേറ്റ് ചെയ്യുക. ഞങ്ങൾ ഇവിടെ ആ വീഡിയോയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ആ രണ്ട് റെഡിനെ വൈബ്രേറ്റ് ചെയ്തപ്പോൾ 2 റെഡും നല്ല ആയതിലാണ് എന്ത് ചെയ്തത്, വൈബ്രേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ റെസൊണൻസിലാണ്. റെസൊണൻസ് ആവുന്നത് എപ്പോഴാണ്, ആ വസ്തുക്കൾ നമ്മൾ
കമ്പനം ചെയ്യിച്ച വസ്തുവും കമ്പനം ചെയ്യപ്പെടുന്ന വസ്തുവിൻ്റെയും സ്വാഭാവിക ആവൃത്തി സെയിം ആകുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, റെസൊണൻസ് ഉണ്ടാകുന്നത്. റെസൊണൻസ് ഉണ്ടാകുമ്പോൾ, അനുനാദം ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആ വസ്തു പരമാവധി ആയതിയിൽ പരമാവധി ആംപ്ലിറ്റ്യൂഡിൽ ചലിക്കുന്നത്. സെറ്റ് അല്ലേടാ, പവർ അല്ലേടാ, ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ റെസൊണൻസ് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ എന്താണ്, റെസൊണൻസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു ഡെഫിനിഷനായിട്ട് എക്സാമിന് ചെയ്താൽ നമുക്കൊരു ഡെഫിനിഷൻ വേണ്ടടാ, ഒരു നിർവചനം വേണ്ടടാ. ഇഫ് ദ നാച്ചുറൽ ഫ്രീക്വൻസി, നമ്മൾ പറഞ്ഞു സ്വാഭാവിക ആവൃത്തി, നാച്ചുറൽ ഫ്രീക്വൻസി. എന്തിനാ നാച്ചുറൽ ഫ്രീക്വൻസിയാണ് ഇതാ, നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഫോഴ്സിങ് ഒബ്ജക്റ്റ്. നമ്മൾ ഫോഴ്സിങ് ഒബ്ജക്റ്റിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും ആൻഡ് ദാറ്റ് ഓഫ് ദ ഫോഴ്സ്ഡ് ഒബ്ജക്റ്റ്, ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും ഈക്വൽ ആകുമ്പോൾ ദ ഒബ്ജക്റ്റ് ആർ സീ ടു ബി റെസൊണൻസ്. ഏതിൻ്റെയൊക്കെ നാച്ചുറൽ ഫ്രീക്വൻസിയാണ്? ഒന്നാമത്തേത് ഫോഴ്സിങ് ഒബ്ജക്റ്റിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും അതേപോലെ തന്നെ ഫോഴ്സ്ഡ് ഒബ്ജക്റ്റിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി. അതായത് ഒരു റെഡിനെ നമ്മൾ ചെയ്യിപ്പിച്ചാൽ മറ്റേ റെഡ്, അതാണ് ഫോഴ്സ്ഡ് ഒബ്ജക്റ്റ്. അപ്പോൾ ആ രണ്ട് റെഡിൻ്റെയും ഈ നാച്ചുറൽ ഫ്രീക്വൻസി സെയിം ആയപ്പോഴാണ് ആ വസ്തു എന്തിലായത്, റെസൊണൻസിലായത്. ഓക്കെ അല്ലേടാ, സെറ്റ് അല്ലേടാ? ഇനി the objects undergoing resonance, ഒബ്ജക്റ്റ് റെസൊണൻസിലായിരിക്കുമ്പോൾ എന്ത് ചെയ്യും, വിൽ വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. പഠിച്ചു വെക്കണം മക്കളെ, എക്സാമിന് ചോദിക്കും. മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ ചലിക്കുന്നത് എപ്പോഴാണ്? റെസൊണൻസ്. ഒരു വസ്തു റെസൊണൻസിലായിരിക്കുമ്പോഴാണ് അത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുക. ഇനി ഇവിടെ നോക്കി, പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിൻ്റെ സ്വാഭാവികാവൃത്തി. അതായത് ഒരാൾ കാരണം മറ്റൊരാൾ വൈബ്രേറ്റ് ചെയ്യപ്പെടുന്ന വസ്തുവിൻ്റെ സ്വാഭാവികാവൃത്തിയും പ്രേരണം ചെലുത്തുന്ന വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും, അതായത് നമ്മൾ എന്തിലാണോ കൊടുത്തത് ആ ഒബ്ജക്റ്റിൻ്റെ, ആ ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും അത് കാരണം വൈബ്രേറ്റ് ചെയ്യപ്പെട്ട, കമ്പനം ചെയ്യപ്പെട്ട വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും സെയിം ആവുമ്പോൾ, ഈക്വൽ ആവുമ്പോൾ, തുല്യമാവുമ്പോൾ ആ വസ്തു നമ്മൾ എന്തിൽ പറയും? അനുനാദത്തിലാണെന്ന് പറയാം. അനുനാദത്തിലായിരിക്കുമ്പോഴായിരിക്കും ആ വസ്തുവിന് എന്തുണ്ടാവുക? പരമാവധി ആ വസ്തുവിന് എന്തുണ്ടാവുക? ആ വസ്തുവിന് പരമാവധി ആയതി ഉണ്ടാവുക. പരമാവധി ആയതി എപ്പോഴാണ് ഉണ്ടാവുക? അനുനാദത്തിലാണ് ഉണ്ടാവുക. അനുനാദത്തിലാണ് ഉണ്ടാവുക. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ പറയാനുള്ളത്. സെറ്റിലെ മകൾ ഇനിയൊരു ചെറിയൊരു കാര്യങ്ങൾ, ഈ റെസൊണൻസിനും ഫോഴ്സ്ഡ് ഒബ്ജക്റ്റിനും ബേസ് ആക്കിയിട്ട് ചെറിയൊരു കാര്യം കൂടി പറഞ്ഞാൽ നമ്മളെ ഒന്നാമത്തെ പാർട്ട് സെറ്റാണ്. ഒന്നാമത്തെ എന്താ പറഞ്ഞാൽ ഇതിൻ്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, പ്രണോദിത കമ്പനത്തിൻ്റെയും അനുനാദത്തിൻ്റെയും അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതേപോലെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ്റെയും റെസൊണൻസിൻ്റെയും അപ്ലിക്കേഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേതാ കുറച്ച് മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലേ, അതായത് നാഗസ്വരം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിൽ എന്ത് ചെയ്ത് ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിലൊക്കെ ആര് യൂസ് ചെയ്യുന്നുണ്ട്? എന്തിൻ്റെ ബേസിലാണ് ഈ മ്യൂസിക് ഇൻസ്ട്രുമെൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത്? ഈ മ്യൂസിക് ഉപകരണങ്ങളൊക്കെ എന്തിൻ്റെ ബേസിലാണ് യൂസ് ചെയ്യുന്നത്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ്റെയും പ്രണോദിത കമ്പനത്തിൻ്റെയും അതേപോലെ തന്നെ റെസൊണൻസിൻ്റെയും അനുനാദത്തിൻ്റെയും ബേസിലാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. ഇനി സ്റ്റെതസ്കോപ്പ്, ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്ന സ്റ്റെതസ്കോപ്പും ഇതിൻ്റെ പ്രയോജനമാണ്, അപ്ലിക്കേഷനാണ് കേട്ടോ. അപ്ലിക്കേഷൻ ഇതിൻ്റെ പ്രയോജനങ്ങൾ എന്തിൻ്റെ പ്രയോജനങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, എന്തിൻ്റെ പ്രയോജനങ്ങളാണ്? അനുനാദത്തിൻ്റെയും പ്രണോദിത കമ്പനത്തിൻ്റെയും ഫോഴ്സ്ഡ് വൈബ്രേഷൻ്റെയും റെസൊണൻസിൻ്റെയും അപ്ലിക്കേഷൻ പ്രയോജനങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ ഇങ്ങനത്തെ മ്യൂസിക് ഇൻസ്ട്രുമെൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു സ്റ്റെതസ്കോപ്പ്, ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്ന സ്റ്റെതസ്കോപ്പ്, ഹേർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്ന സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്താണ് MRI സ്കാൻ. എല്ലാവരും കണ്ടിട്ടുണ്ടാവും MRI സ്കാൻ. നമ്മൾ സ്കാനിങ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ അതിൽ കടത്തിയിട്ട് ഉള്ളിലേക്ക് വിടും. ഇതാണെന്ത്, MRI സ്കാനിങ്. ഇത്ര കാര്യങ്ങളൊക്കെ മനസ്സിലായി. നിങ്ങളിത് കണ്ടിട്ടുണ്ട്, ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസൊണൻസ്, അതായത് പ്രണോദിത കമ്പനത്തിൻ്റെയും അതേപോലെ തന്നെ റെസൊണൻസിൻ്റെയും നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇട്ടതാണ്. ഈ യൂസ് ചെയ്യുന്ന സാധനം എന്താണെന്ന് ഞങ്ങൾ പറയണം കേട്ടോ. അയാൾ യൂസ് ചെയ്യുന്ന സാധനം എന്താണ്? ഈ സാധനം മെഗാഫോണാണ്. ഇതവിടെ കണ്ടിട്ടുണ്ടോ? മെഗാഫോൺ. ഇതാണ് മെഗാഫോൺ. ഇത് എന്തിൻ്റെ അപ്ലിക്കേഷനാണ്, എന്തിൻ്റെ പ്രയോജനമാണ് മക്കളെ? എന്തിൻ്റെ പ്രയോജനമാണ്? അനുനാദത്തിൻ്റെയും പ്രണോദിത കമ്പനത്തിൻ്റെയും ഫോഴ്സ്ഡ് ഒബ്ജക്റ്റിൻ്റെയും അതേപോലെ തന്നെ മലയാളം പറയുകയാണെങ്കിൽ പ്രണോദിത കമ്പനത്തിൻ്റെയും ഉദാഹരണങ്ങളാണ്. സെറ്റല്ലേടാ, പവറല്ലേടാ, ഇത്ര കാര്യങ്ങളാണ് നമുക്ക് എന്തുള്ളത് ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് സെറ്റാക്കി പഠിക്കാനുള്ളത്. എല്ലാവരും നോട്ടൊക്കെ എഴുതി സെറ്റാക്കി പവറാക്കി വരിക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിലും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. സോ എല്ലാവരും പഠിച്ച് ഈ നോട്ട് സെറ്റാക്കി പവറാക്കി പഠിച്ച് വരാൻ നമുക്ക് അടുത്ത പാർട്ട് എന്തായിരിക്കും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോ അതുവരേക്കും വണക്കം. താങ്ക് യു.